എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2103 ദിവസത്തെ മലയാള വിഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. കഴിഞ്ഞ ദിവസം നമ്മൾ സർക്കാർ മേഖലയിലെ സ്ഥാപനങ്ങൾ, സർക്കാർ ഡിസ്പെൻസറികളുടെ മാറ്റങ്ങളെ കുറിച്ച് IFPHൽ ഒരു സെഷൻ അവതരിപ്പിച്ചിരുന്നു. നേരത്തെ 2 ആശുപത്രികളെ കുറിച്ച് വെച്ചിരുന്നു. ആ സെഷൻ ഇനിയും തുടരും. അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതുകൂടി മറ്റുള്ളവർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്കും കൂടി ഒരു പ്രോത്സാഹനമാകുകയും അങ്ങനെ ഒരു തരംഗമായി മാറുകയും ചെയ്യുമെന്ന് IFPH പ്രതീക്ഷിക്കുന്നു. ഈ പരിപാടിയിലേക്ക് ഡോക്ടർ സന്തോഷിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ സന്തോഷിന്റെ ഡിസ്പെൻസ് ക്ലിനിക്ക് NABH അക്രഡിറ്റേഷൻ കിട്ടിയ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ സ്ഥാപനം കൂടിയാണ്. ഡോക്ടർ സന്തോഷിനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം 10 ദിവസം അബുദാബിയിലും 10 ദിവസം തിരുവനന്തപുരത്തുമായി കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. മാത്രവുമല്ല മറ്റ് മേഖലകളിൽ ഹോമിയോപ്പതിയുടെ ചൂട് ഉറപ്പിക്കാൻ ഡോക്ടർ സന്തോഷിന് കഴിഞ്ഞിട്ടുണ്ട്. PMS ഡെന്റൽ കോളേജ് തിരുവനന്തപുരത്ത് ഹോമിയോപ്പതിയുടെ ഒരു OP തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വേറൊരു അലോപ്പതി ആശുപത്രിയും കൂടി ഹോമിയോപ്പതിയിൽ ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ഹോമിയോപ്പതിക്കും ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് എല്ലാം തന്നെ മാതൃകയായ ഡോക്ടർ സന്തോഷിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ സന്തോഷ്, പ്ലീസ്. Good evening to all of you. Thank you, Dr. Manoj. മനോജിന്റെ ഒരു വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ എന്നെ ഈ IFPHയുടെ വേദിയിലേക്ക് ഒരു ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ എന്നെ ക്ഷണിച്ച IFPHന്റെ ഭാരവാഹികൾക്കും എസ്പെഷ്യലി എൻ്റെ ആത്മസുഹൃത്ത് ഡോക്ടർ മനോജിനും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. NABH അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു ആദ്യത്തെ സ്വകാര്യ ഹോമിയോപ്പതി സ്ഥാപനമാണ് എൻ്റെ പേരുകള ലൈഫ് കെയർ ഹോമിയോപ്പതി. അതിന് വളരെ കൂടുതൽ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പം അതിന് മുന്നോടിയായിട്ടാണ് എന്താണ് NABH, ആ NABH കൊണ്ടുള്ള ഗുണങ്ങൾ, അത് കിട്ടാൻ എന്തൊക്കെ നൂലാമാലകൾ നമ്മൾ കടന്നു പോകണം, അതിനെപ്പറ്റിയൊക്കെ ഒരു വിശദമായി ഒന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോക്കിലേക്ക് വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് NABH? എല്ലാവരും കേട്ടിട്ടുണ്ട് NABH. അത് ശരിക്കും ഒരു ക്വാളിറ്റി അഷുറൻസ് തരുന്ന ഒരു വേർഡാണ് NABH. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇപ്പം ആളുകൾ ഇത് നോക്കി തുടങ്ങി, ഇതൊരു NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണോ അല്ലയോ എന്നുള്ളത്. അത് ഹോമിയോപ്പതി എന്നല്ല, മറ്റ് ഇതര വൈദ്യശാസ്ത്രത്തിൽ എസ്പെഷ്യലി അലോപ്പതിയും ആയുർവേദം മിക്കവാറും ഉള്ള ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ NABH അക്രഡിറ്റേഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇനി നമ്മുടെ ആൾക്കാരെല്ലാം ഇത് നോക്കിയായിരിക്കും ഒരു ക്വാളിറ്റി അഷ്യൂർ ചെയ്ത് നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്നത്. അപ്പൊ ഇതൊരു ക്വാളിറ്റി അഷുറൻസ് ആണ് ഈ NABH എന്ന് പറയുന്നത്. അതിനെ നമ്മളൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഞാനൊന്ന് സിമ്പിളാക്കി പറയാം. എന്താണ് NABH, എന്തുകൊണ്ട് അത് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അത് എന്ത് ചേഞ്ച് നമ്മുടെ ഹോസ്പിറ്റൽ മേഖലയിൽ ഉണ്ടാക്കി തരും. ഇതാണ് ഇന്നത്തെ ടോക്കിന്റെ മുഖ്യ അജണ്ട. അപ്പം ഇതിനെ ഡീകോഡ് ചെയ്യുന്ന ആ വേർഡ് തന്നെ NABH, ഇത് ഇന്ത്യ ആകമാനം നാഷണൽ ലെവലിലുള്ള ഒരു അക്രഡിറ്റേഷൻ ബോർഡാണ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. എല്ലാ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനും വേണ്ടി ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോർഡാണ് ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹെൽത്ത് കെയർ അക്രഡിറ്റേഷൻ ബോഡിയാണ്. അതിന്റെ പ്രൈമറി റോൾ എന്ന് പറയുന്നത് എല്ലാ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻക്ലൂഡിങ് ആയുഷ് സിസ്റ്റം, ഡെന്റൽ സിസ്റ്റം, ഓൾ സിസ്റ്റം ഓഫ് മെഡിസിൻസിന് അകത്ത് വരുന്ന സിസ്റ്റത്തിനെയെല്ലാം ഒരു പ്രത്യേക നിയമാവലിക്കകത്ത്, ഒരു ചട്ടക്കൂട്ടിനകത്ത് കൊണ്ടുവന്ന് ഒരു റിഗറസ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഏറ്റവും പ്രധാനമായി അവർ നോക്കുന്നത് പേഷ്യൻസിന്റെ സേഫ്റ്റി, അതാണ് പ്രധാനം. അത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. അതിൻ്റെ മിഷൻ എല്ലാ ഹെൽത്ത് കെയർ സർവീസസിലും നാഷണൽ വൈഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ്.
അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ, ഔട്ട്കം ആൻഡ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസ് ഒരു സേഫ് ആയിട്ട് നമുക്ക് പോകാം. അവിടെ ക്വാളിറ്റി അഷുറൻസ് ഉണ്ട്. പേഷ്യൻസിനെ നല്ലതുപോലെ സേഫ്റ്റിയും മറ്റു കാര്യങ്ങളും ഫോക്കസ് ചെയ്താണ് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇതാണ് NABHന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷൻ. NABH എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇതാണ്. രണ്ടാമത്, എന്തുകൊണ്ട് NABH ഉണ്ടായി? അപ്പം നമ്മുടെ NABH ഉണ്ടാകുന്നതിന് മുൻപായിട്ട് ഈവൻ നമ്മുടെ ക്ലിനിക്കിൽ തന്നെ NABH വരുന്നതിന് മുൻപേ, അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ തന്നെ വിചാരിച്ചു എന്തുമാത്രം വ്യത്യാസം, ഇതുവരെ നമ്മൾക്ക് എന്ത് കുറവുണ്ടായിരുന്നു എന്നുള്ളത്. ചില്ലറ കുറവല്ല, വളരെ നല്ല കുറവാണ് നമ്മുടെ എല്ലാ ക്ലിനിക്കുകളിലും ഉള്ളത്. അപ്പൊ അതില് ഈ NABH വരുന്നത് തന്നെ ഇങ്ങനെ ഒരു നാഷണൽ ആയിട്ട് ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അതിനകത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഒരു പ്രോട്ടോകോളും ഇല്ലാതെ നമ്മുടെ ക്ലിനിക്കുകൾ തന്നെ നമ്മൾ നോക്കിയാൽ മതി. നമ്മൾക്ക് ഒരു പ്രത്യേകിച്ചൊരു പ്രോട്ടോകോൾ നമുക്കില്ല. ഒരു ഡോക്യുമെന്റേഷൻ പ്രക്രിയകൾ നമ്മൾ നല്ലതായിട്ട് കീപ്പ് ചെയ്യുന്നില്ല. ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ വളരെ മോശമായിട്ടാണ് നമ്മുടെ ഓരോ ക്ലിനിക്കുകളിലും ചെയ്യുന്നത്. എൻ്റെ ക്ലിനിക്കിൽ വിശിഷ്യ അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ക്ലിനിക്കില് നമ്മുടെ സ്റ്റാഫ്, ക്ലീനിങ് സ്റ്റാഫ് പോയി കഴിഞ്ഞാൽ ചിലപ്പം വരുന്ന ഏതെങ്കിലും ഒരു പേഷ്യന്റ് ഒമിറ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റാഫുകളാണ് അത് ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പം റിസപ്ഷൻ സ്റ്റാഫ് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതിനൊക്കെ ഒരു പ്രത്യേക രീതികളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോഴാണ്. അത് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസിന്റെ സേഫ്റ്റി, അതെല്ലാം നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് ഇവർ പറയുന്ന ആ ഒരു പ്രോട്ടോകോള് ഫോളോ ചെയ്തില്ല എങ്കിൽ നമുക്ക് ഈ ഒരു അംഗീകാരം അല്ലെങ്കിൽ നമുക്കൊരു സർട്ടിഫിക്കേഷൻ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ആ സർട്ടിഫിക്കേഷൻ അവർ എടുത്തു കളയും. സോ ഇത് നമ്മുടെ NABH വരുന്നതിന് മുൻപായിട്ട് മിക്കവാറുമുള്ള എല്ലാ ക്ലിനിക്കുകളുടെയും അവസ്ഥ മോശമായിരുന്നു. പിന്നെ ഗവൺമെന്റ് മേഖലകളിൽ, നമ്മുടെ അലോപ്പതി ആയുർവേദ മേഖലകളിൽ വേറെ കുറെ ഗവൺമെന്റ് ഇതിനകത്ത് അവർ കൊടുക്കുന്നുണ്ട് ഈ NABH പോലെ തന്നെ. പക്ഷേ ഹോമിയോ മേഖലകളിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് 1-2 ജില്ലാ ആശുപത്രികളിൽ അത് കിട്ടി. കായകൽപ്പം അങ്ങനത്തെ അവരും ഇതേപോലെ എല്ലാ ക്വാളിറ്റി അഷുറൻസും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതാണ്. പിന്നെ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ക്ലിനിക്കിൽ തന്നെ നമ്മൾ നോക്കിയപ്പോൾ പഴയ പേഷ്യൻസിന്റെ റെക്കോർഡ് പോലും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് സൂക്ഷിക്കുന്നില്ലായിരുന്നു. അതിലുപരി ഇപ്പം റെസ്റ്റോക്സ് കൊടുക്കുകയാണെങ്കിൽ RT 1M 2 ഡോസ്, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രക്രിയ നമ്മൾ എഴുതുന്നത്. അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. റെസ്റ്റോക്സ് എന്ന് പറയുന്നത് റെസ്റ്റോക്സിക്കോഡോഡെൻഡ്രോൺ 1000 ഏത് സമയത്ത് കൊടുത്തു അത് എഴുതണം. അടുത്ത് കൊടുക്കുന്ന മെഡിസിൻസ് ഏതെയാണ്, എത്ര ദിവസത്തേക്ക് കൊടുക്കുന്നു, ഇത് ആരാണ് കൊടുക്കുന്നത്, അത് ഒപ്പിടണം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ട്രക്ചേർഡ് ഡോക്യുമെന്റേഷൻ ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും പിന്നെ നമുക്ക് നാളൊരു കാലത്ത് നമുക്കിത് നോക്കണമെങ്കിൽ എന്താ കൊടുത്തത്, ഏതൊക്കെ മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട്, മറ്റു കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഇത് ഭയങ്കര ഗുണകരമാണ്. പിന്നെ അവർ പറയുന്ന പ്രോട്ടോകോൾസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുന്നുണ്ട്. ഇൻഫെക്ഷൻ കൺട്രോൾ മോണിറ്ററിംഗ് ഉണ്ട്. പിന്നെ നമ്മുടെ മെഡിസിൻസ് തന്നെ പലപ്പോഴും പല വർഷങ്ങളിൽ ഉപയോഗിക്കുന്ന മെഡിസിൻസ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതുണ്ട്. ഇതൊന്നും നമ്മൾ അവിടെ വെക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ഒരു NABHലേക്ക് പോയപ്പോഴാണ് അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് കോർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 2 കീ ഏരിയാസിലാണുള്ളത്. ഒന്ന്, പേഷ്യന്റിന് വേണ്ടിയുള്ള പേഷ്യന്റ് സെൻട്രിക് കെയറും പിന്നെ ഓർഗനൈസേഷൻ സെൻട്രിക് സിസ്റ്റമും. ഇതിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോട്ടോ എന്ന് പറയുന്നത്, പേഷ്യന്റിന്റെ സേഫ്റ്റിയാണ് പ്രധാനപ്പെട്ടത്. സോ ഇങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി നമ്മുടെ ക്വാളിറ്റി, സർവീസിന്റെ ക്വാളിറ്റി, ഡോക്യുമെന്റേഷന്റെ ക്വാളിറ്റി, മറ്റെല്ലാ ക്വാളിറ്റീസും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ലെവൽ, എൻട്രി ലെവലിൽ കിട്ടുന്നത് ഒരു സർട്ടിഫിക്കേഷൻ ആണ്. ഈ സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അനദർ 2 ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അക്രിഡേഷനിലേക്ക് പോകാം. അതൊരു 4 ഇയേഴ്സിൽ കിട്ടുന്നതാണ്. അതിനകത്ത് ഇതിന് ഇടയ്ക്കുള്ള സമയത്ത് അവർ ഇടയ്ക്ക് വന്നൊന്ന് വിസിറ്റ് ചെയ്യും. നമ്മളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന് വളരെ നല്ല രീതിയിൽ അവർ മോണിറ്റർ ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്.
പിന്നെ ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചു ഇത് ഹോസ്പിറ്റൽസിന് മാത്രം ഉള്ള ഒരു ഇതാണ് NABH എന്ന്. ഹോസ്പിറ്റൽ മാത്രമല്ല, സ്മോൾ ഹെൽത്ത് ഓർഗനൈസേഷൻസിന് ഉണ്ട്, ചെറിയ ക്ലിനിക്സിന്, നഴ്സിംഗ് ഹോംസിന് ഈ NABH അക്രഡിറ്റേഷൻ ഉണ്ട്, ബ്ലഡ് ബാങ്ക്സിനുണ്ട്, ഡെന്റൽ ഫെസിലിറ്റീസ് ഉണ്ട്, പിന്നെ നമ്മുടെ ആയുഷ് ഹോസ്പിറ്റൽസ്. അതിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് നമ്മുടെ ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽസ് ആണ്. പിന്നെ ഇതിനകത്ത് കുറെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്, അതില്ലാന്ന് ഞാൻ ഒരിക്കലും പറയാം. എസ്പെഷ്യലി ഒരു 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 പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലാവുമ്പോൾ അതിൻ്റെതായ കുറെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അതിന്റെ ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് NABH സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞ പോലെയാണ്, ഒന്ന് പേഷ്യന്റ് സെൻട്രിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡും പിന്നെ ഓർഗനൈസേഷൻ സെൻട്രിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സും. പേഷ്യന്റിൽ ഏറ്റവും പ്രധാനം, ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ആക്സസ് നല്ലതുപോലെ കിട്ടുക, നമ്മൾ അസസ് ചെയ്യുക, ദെൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ കെയർ. ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് വന്നിട്ട് ഹൗ വി ആർ കെയറിങ് ദിസ് പേഷ്യൻസ്, എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന കെയർ. ഇതെല്ലാം ഡോക്യുമെന്റേഷൻ ആണ്. അതിൽ നമ്മൾ ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം നമ്മൾ ഇവിടെ കീക്കണം. അതിനെ പറയുന്നത് SOP. SOP മീൻസ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. ഇതെല്ലാം എൻ്റെ മകനാണ് ചെയ്തത് ക്ലിനിക്കിൽ. ശരിക്കും മാൻ വർക്ക് വളരെ കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. ഞങ്ങളുടെ ക്ലിനിക്കിലേക്ക് പോകാൻ കാരണവും അതിനൊരു ഒരു 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 കാരണമായി വന്നതെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പൾ എനിക്ക് ഡോക്ടർ സുഗതൻ ക്ലിനിക്ക് വിസിറ്റ് ചെയ്യുകയുണ്ടായി. ദ മൊമെന്റ് ഹി എൻറ്റേഴ്സ് ദ ക്ലിനിക്, അദ്ദേഹം അപ്പം പറഞ്ഞു, നിങ്ങളുടെ ക്ലിനിക്ക് NABH-ന് കൊടുക്കണം. ഇതെൻ്റെ മകന് ഒരു എക്സൈറ്റ് അദ്ദേഹത്തിന് അതൊരു ഒരു 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 സ്റ്റിമുലേഷൻ ആയതാണ്. ആൻഡ് ശരിക്കും നമ്മൾ വിചാരിക്കും പോലെയല്ല, 6 to almost 1 year he and this team was behind this NABH. ഇടയ്ക്ക് ഞാൻ അവനോട് ചോദിക്കുകയും ചെയ്തു, നീ ഇങ്ങനെ ഒരു ദുരിതത്തിൽ എന്നെ കൊണ്ടാക്കിയിരുന്നു, അത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴേ നമ്മൾ മനസ്സിലാക്കിയുള്ളൂ, നമ്മളുടെ സ്റ്റാൻഡേർഡ് വാസ് വെരി ബാഡ്, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. കാരണം ഈവൻ ദ ഫയൽ സിസ്റ്റം നമ്മൾ വെച്ചിരിക്കുന്നത് വരെ ഒരു സബ് സ്റ്റാൻഡേർഡ് ആയിരുന്നു. കംപ്ലീറ്റ് മാറി. ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഇതിന്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് എന്താണെന്നുള്ളത് എൻ്റെ മകൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇങ്ങനെയാണ് പേഷ്യന്റ് സെൻട്രിക് സ്റ്റാൻഡേർഡ്സും പിന്നെ ഓർഗനൈസ് സെൻട്രിക്, ഇതെല്ലാം മകൻ ഡിസ്പ്ലേ പറഞ്ഞു തരും നല്ലതുപോലെ. രണ്ടാമത് ഇതിന്റെ അക്രഡിറ്റേഷൻ പ്രോസസ്സാണ്. ഇതൊരു വളരെ വലിയൊരു പ്രോസസ്സാണ്. നമ്മൾ ഫസ്റ്റില് ഇദ്ദേഹം വന്നു, ഡോക്ടർ സുഗതൻ വന്നു, ഇത് പറഞ്ഞു, പിന്നെ നമ്മൾ ഇതിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്കുള്ള പ്രൊസീജിയേഴ്സ് എന്താണെന്ന് നോക്കി. അപ്പോൾ അതിൽ ഫസ്റ്റിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിഷനാണ്. ആ ആപ്ലിക്കേഷൻ സബ്മിഷന് തന്നെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. ദാറ്റ് ടുക്ക് നിയർലി 2 to 3 months. ആപ്ലിക്കേഷൻ സബ്മിഷന് മാത്രം 3 to 4 months എടുത്തു. അത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്ക് കുറേ ഗ്യാപ്പ് ഉണ്ട്, പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല, നമ്മുടെ ക്ലിനിക്കിലേക്ക് ഇല്ല, അങ്ങനെ ഒരു സിസ്റ്റമേ ക്ലിനിക്കിലില്ല. പിന്നെ നമ്മൾ പുതിയ പ്രോട്ടോകോൾ, അതാണ് SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. അത് കുറേ ഉണ്ട്, ഓരോന്നിനും സെപ്പറേറ്റ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ഹി വിൽ എക്സ്പ്ലെയിൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൽഫായിട്ട് നമ്മൾ ആ ക്ലിനിക്കിനകത്തുള്ള എല്ലാ പേരും ചേർന്ന് ഇവാലുവേറ്റ് ചെയ്തു വെദർ ഇറ്റ് ഈസ് ഗോയിങ് ഇൻ എ ഗുഡ് വേ ഓർ നോട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പ്രീ അസസ്മെന്റ്, അതിന് അവരൊരു അസസ്മെന്റ് തരും. അവർ ഓൺലൈനാണ്, ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് ആണ് തരുന്നത്. അതിലേക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും അയച്ചു കൊടുക്കുക. ഈ എല്ലാം അയച്ചു കൊടുക്കുന്ന സമയത്ത് അവർ NC, നോൺ കോംപ്ലയൻസ് എന്ന് പറഞ്ഞൊരു കാര്യം, അവർ കുറേ കാര്യങ്ങൾ തരും. അതിനെ പിന്നെ ക്ലിയർ ചെയ്തതിനു ശേഷം തിരിച്ചയച്ചു കൊടുക്കുമ്പോൾ അവരൊരു ഡേറ്റ് ഇട്ട് തരും. എനിക്ക് തോന്നുന്നു 4 പ്രാവശ്യം എന്തോ നമുക്ക് ഡേറ്റ് മാറ്റാം. ആ മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ഡേറ്റിൽ അവരുടെ അസസർ അവിടെ നിന്ന് വരും. ഇപ്പം നമ്മുടെ ക്ലിനിക്കിൽ ഒരാളെ വന്നിട്ടുള്ളൂ. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്ക്വയർ ഫീറ്റും, എത്ര ഹോസ്പിറ്റലാണെങ്കിൽ അതിൽ 2 പേര് വരും, അങ്ങനെ എന്തൊക്കെയാണുള്ളത്. ഈ വരുന്നവരുടെ കംപ്ലീറ്റ് ചെലവും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ നോക്കണം. അങ്ങനെ ഫൈനൽ അസസ്മെന്റിന് അവർ വന്നിട്ട് ദേ ആർ വെരി ഹാപ്പി. അവർ വന്നത് ഒരു ഹോമിയോ ഡോക്ടറാണ് വന്നത്, ചെന്നൈയിൽ നിന്നാണ് വന്നത്. അത് കഴിഞ്ഞ് അവർ പോയപ്പോൾ എന്നിട്ട് നോൺ കംപ്ലയൻസ് അല്ലെങ്കിൽ നോൺ കൺഫോമിറ്റീസ്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, അത് അവർ കുറച്ച് ഇട്ടിരുന്നു. അങ്ങനെ ആ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് അപ്രൂവലായി കിട്ടാൻ എനിക്ക് തോന്നുന്നു ഒരു നിയർലി 1 year, 1.5 years എടുത്തു ഈ പ്രൊസീജിയേഴ്സിന്. അതിൽ എനിക്ക് തോന്നുന്നു എൻ്റെ മകൻ സബിൻ ഒരു 8 months പേഷ്യൻസിനെ നോക്കിയതേ ഇല്ല. ഹി വാസ് ബിഹൈൻഡ് ദിസ് പ്രോസസ്. നമ്മുടെ കോളേജ്, പിന്നെ ഇതൊരു ഒരു മാൻ പവർ, എല്ലാ പേരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രം ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അത് അക്രഡിറ്റേഷൻ ടിപ്പിക്കലി വാലിഡ് ഫോർ 2 years ആണ് അത് സർട്ടിഫിക്കേഷന്. പക്ഷേ അക്രഡിറ്റേഷൻ ആയി കഴിഞ്ഞാൽ അത് 4 years. അത് 3 years ആയിരുന്നു, അതിപ്പം 4 yearsലേക്ക് മാറ്റി. നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് NABH നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ എന്താണെന്ന് വെച്ചാൽ,
ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, ഇനി നാളൊരു കാലത്ത് ആളുകൾ മോസ്റ്റ് പ്രോബബ്ലി അവർ നോക്കുന്നത് NABH സർട്ടിഫൈഡ് ക്ലിനിക് ആണോ എന്ന്. കാരണം അവരുടെ ക്വാളിറ്റി അഷ്വേർഡ്, NABH സർട്ടിഫൈഡ് ആണെങ്കിൽ ക്വാളിറ്റി, പക്ഷെ ക്വാളിറ്റി അഷ്വേർഡ് തന്നെയാണ്. കാരണം അത്രമാത്രം നമ്മൾ ഇതിന്റെ പുറകെ നടക്കണം. രണ്ടാമത് ഇൻഷുറൻസ്. ഇപ്പം ഞങ്ങളുടെ ക്ലിനിക്ക് ഇപ്പം ഫസ്റ്റ് ക്ലിനിക്കാണ്, അതുകൊണ്ട് ഇൻഷുറൻസിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിയതേ ഉള്ളൂ. ബിക്കോസ് ഇതുവരെ ആരും ചെയ്യാത്തത് കൊണ്ട് അതിന്റെ വർക്കിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പം ഇൻഷുറൻസിന്റെ എംപാനൽമെന്റിന് കിട്ടാൻ വളരെ ഈസി ആയിരിക്കും. കാരണം NABH അക്രഡിറ്റഡ് ആണെങ്കിൽ ദേ വിൽ അപ്രൂവ് ഈ ഇൻഷുറൻസ്. പിന്നെ നമ്മുടെ റെപ്യൂട്ടേഷൻ കൂടും. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉപയോഗമുള്ളതാണ്. പിന്നെ സ്റ്റാഫിന്റെ അക്കൗണ്ടബിലിറ്റി. കാരണം സ്റ്റാഫ് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ CMEs, അവര് പല പല ക്ലാസ്സുകൾ അവർക്ക് എടുക്കണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ഇതെല്ലാം ഞാൻ കുറച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എല്ലാം ഏറ്റവും പ്രധാനം വരുന്നത് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് ആണ്. നമ്മുടെ ക്വാളിറ്റി ഈസ് ഇംപ്രൂവിങ് ഡേ ബൈ ഡേ. പിന്നെ നമുക്ക് ഒരു കമ്പാരിസൺ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, NABHും ISOയും തമ്മിലുള്ള കമ്പാരിസൺ. രണ്ടും ഒരു ഹൈ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി നോക്കുന്നതാണ്. പക്ഷേ ഇത് ഡിഫറെന്റ് ഏരിയസിലാണെന്നേ ഉള്ളൂ. NABH സ്പെസിഫിക്കലി ഫോർ, നമുക്കിപ്പോൾ പല പല ക്ലിനിക്കുകളും ISO സർട്ടിഫൈഡ് ക്ലിനിക്സ് ഉണ്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ISO സർട്ടിഫൈഡ് എന്ന് പറയുന്നത് ശരിക്കും അത് ഒരു 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 ഇൻഡസ്ട്രിക്കാണ്. ഹോസ്പിറ്റൽ ലെവൽ ഹെൽത്ത് കെയറിൽ NABH ആണ് ഏറ്റവും പ്രധാനം. അത് സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സ് ആണ്. മറ്റേത് ജനറിക് ക്വാളിറ്റി ആണ്. ഇത് ഫോക്കസ് ഓൺ ക്ലിനിക്കൽ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി ആണ്. മറ്റേതിൽ പ്രോസസ് ക്വാളിറ്റി മാത്രമേ അവർ പറയുന്നുള്ളൂ. പേഷ്യന്റ് സെൻട്രിക് അപ്രോച്ച്, മറ്റേത് ഓർഗനൈസേഷൻ സെൻട്രിക്. ഇത് രണ്ടും രണ്ടാം. മറ്റേത് പേഷ്യൻസിന്റെ സേഫ്റ്റി മാത്രമാണ് ഏറ്റവും പ്രധാനം അവർ നോക്കുന്നത്. ദെൻ മോർ ക്ലിനിക്കലി ഇന്റൻസീവ്, ഇത് ഇൻഡസ്ട്രി. ഇതാണ് വ്യത്യാസം. ഇതിന്റെ സ്പെസിഫിക് ഫോക്കസ് ആയതുകൊണ്ട് NABHനെയാണ് ഏറ്റവും പ്രാക്ടിക്കലും ഇന്റൻസീവായിട്ട് എല്ലാ ഹെൽത്ത് കെയർ സെക്ടറും അല്ലെങ്കിൽ എല്ലാ ആളുകളും കാണുന്നത്. ഇതിന്റെ ഫിലോസഫിയാണ് ദീസ് ഓൾ തിങ്സ്. നമ്മുടെ ട്രാൻസ്പാരൻസി, നമ്മൾ എല്ലായ്പ്പോഴും ഇത് നിൽക്കുന്നത്, ഈ ഫിലോസഫി നിൽക്കുന്നത് ഈ ഒരു പിരമിഡിലാണ്. കാരണം എല്ലാം ട്രാൻസ്പാരൻസി ആയിരിക്കണം. നമ്മൾ അവിടെ ചെയ്തു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ കൺസൾട്ടേഷൻ ഫീസ് അവിടെ എഴുതി വെക്കണം, എത്ര രൂപ വാങ്ങുന്നു, ഒരു മാസത്തേക്ക് എത്ര കാശ്, ഒരു ആഴ്ചത്തേക്ക് എത്ര കാശ്, ഒരു 15 days എത്ര കാശ്, ഇതെല്ലാം ബിഫോർ ഹാൻഡ് നമ്മളെല്ലാം അവിടെ പ്രദർശിപ്പിച്ചിരിക്കണം. പേഷ്യൻ്റ് അവർ ശരിക്കും അവർക്കെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ അവർക്ക് അതിനകത്ത്, അല്ലാതെ അതിനകത്ത് കയറി എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത്ര രൂപയായി അങ്ങനെ ഒന്നും പറയാനൊക്കെ ഇല്ല. പിന്നെ നമ്മൾ ഇതെല്ലാം റിസ്ക് ബേസ്ഡ് എന്ന് വെച്ചാൽ ഏതെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കി വേണം പോകാനുള്ളത്. കൊടുക്കാനുള്ള മെഡിസിൻസ് എല്ലാം എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം, അത് സയന്റിഫിക്കലി പ്രൂവൺ ആയിരിക്കണം. സോ ദാറ്റ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് വിൽ ബി ദെയർ ഫോർ ദ ക്ലിനിക്സ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരാൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും 1 or 2 പേരോ വിചാരിച്ചാൽ ഇത് NABH സർട്ടിഫിക്കേഷൻ നടക്കില്ല. ഇത് ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആണ്. ഇതിനകത്ത് വരുന്നത് ക്വാളിറ്റി ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല, ഇത് റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാ പേരുടെയും ഒരു റെസ്പോൺസിബിലിറ്റി. എല്ലാ പേരും ഒരുമിച്ച് നിൽക്കുകയാണ്. ടോപ്പ് മാനേജ്മെന്റ് ഉണ്ട്, ക്ലിനീഷ്യൻസ് ഉണ്ട്, നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, സപ്പോർട്ട് സ്റ്റാഫ് ഉണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമ്മുടെ ക്ലീനിങ് സ്റ്റാഫ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അവരുടെ റോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ നമുക്ക് അവരെ ശരിക്കും പഠിപ്പിക്കേണ്ടി വന്നു, നമ്മുടെ ക്ലീനിങ് സ്റ്റാഫിന്. പിന്നെ ഇത് കീ ടേക്ക് അവേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ, പല പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ ലീഡിംഗ് ബോഡിയാണ്. സ്റ്റാൻഡർഡൈസേഷനായി ഏറ്റവും പ്രധാനം അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ്സ് വളരെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് നമ്മുടെ പബ്ലിക് ട്രസ്റ്റ് കൂടും, റെപ്യൂട്ടേഷൻ കൂടും, ബെറ്റർ പേഷ്യന്റ് ഔട്ട്കം ആയിരിക്കും. ഇതിന്റെ കോർ ഫിലോസഫി ക്വാളിറ്റി ആണ്. ക്വാളിറ്റി ഇസ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. എല്ലാ പേരും ചേർന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. ഇത് ക്ലിനിക്കിന്റെ റിസപ്ഷൻ ആണ്. ഈ റിസപ്ഷനിൽ തന്നെ എല്ലാം നമ്മൾ എഴുതി വെക്കണം. റിസപ്ഷൻ ഏതാണ്, ആ റിസപ്ഷന്റെ സൈഡിൽ കാണുന്ന ഒരു ഇതെന്ന് പറയുന്നത് നമ്മളെ കാശാണ് എഴുതിയിരിക്കുന്നത്. എത്ര രൂപയാണ് കൺസൾട്ടേഷൻ ഫീസ്, കേസ് ടേക്കിംഗ് ഫീസ്, 15 days ഫീസ് എല്ലാം എഴുതി വെക്കണം. ഇത് ക്ലിനിക്കിലെ സ്റ്റാഫ് മീറ്റിംഗ്, കണ്ടിന്യൂസ്ലി നമ്മൾ മന്ത്ലി സ്റ്റാഫ് മീറ്റിംഗ് വേണം. സ്റ്റാഫ് മീറ്റിങ്ങിനോടനുബന്ധിച്ച് നമുക്ക് ക്ലാസ് എടുക്കുക. CMEs എവറി മന്ത് CMEs എടുക്കണം. CMEs നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണം. ഇതിനകത്ത് നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം. രണ്ടാമത് ഫയർ, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ക്ലിനിക്കിലും കുറച്ച് ഞങ്ങൾ ഇത് ബുദ്ധിമുട്ടി. ഫയറിൻ്റെത് ആ ഹൈഡ്രന്റ് തന്നെ വെക്കണം, ബിക്കോസ് അത് ബിൽഡിങ്ങിനാണ് വെക്കാനുള്ളത്. പക്ഷേ ഞങ്ങളുടെ ബിൽഡിംഗ് ഇച്ചിരി വലുതന്നെ മുകളിൽ ഫ്ലാറ്റ്സ് ആയതുകൊണ്ട് അവരത് ഹോൾ ബിൽഡിങ്ങിൽ വേണമെന്ന് പറഞ്ഞ് ആദ്യം നിരസിച്ചു.
പിന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കുറച്ചൊക്കെ ചെയ്തിട്ട് ഫയർ എക്സിറ്റ് പ്ലാൻ വെക്കണം, ഫയർ അലാംസ് വെക്കണം. അലാംസും ഇതൊന്നും പോരാ, ഇതിനേക്കാൾ കൂടുതൽ വെക്കണം, ഫുള്ളായിട്ടുള്ളത് തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിവേ നമ്മളൊരു ക്ലിനിക് എന്നുള്ള രീതിയിൽ പോയി ഇതിൻ്റെ ട്രെയിനിങ് ആണ് ഇത്. ഫയർ ആൻഡ് സേഫ്റ്റി ആൾക്കാർ വന്ന് ട്രെയിനിങ് തരുന്നതാണ്. വളരെ നല്ല രീതിയിൽ ട്രെയിനിങ് എല്ലാ പേർക്കും കൊടുക്കണം. ആ ട്രെയിനിങ് ഇതെങ്ങനെയാണ് ഇത് ഉപയോഗിക്കാനുള്ളത്, CPR ചെയ്യുന്നത്, ബാക്കി എല്ലാ കാര്യങ്ങളുടെ ട്രെയിനിങ്ങും കോൺസ്റ്റൻ്റ് ആയിട്ട് അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു. ഈ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് റാമ്പ്, നമ്മൾ ക്ലിനിക്കിലേക്ക് കയറുമ്പോഴും ബാത്റൂമിലേക്ക് കയറുമ്പോഴും സെപ്പറേറ്റ് റാമ്പ് വെക്കണം. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. രണ്ടാമത് ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, മെഡിക്കൽ റെക്കോർഡ് റൂം. സ്പെഷ്യൽ ഒരു പ്രത്യേക റൂം തന്നെ മെഡിക്കൽ റെക്കോർഡ്സിന് വേണം. റെക്കോർഡ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആർക്കും കയറാൻ പറ്റാത്ത രീതിയിലായിരിക്കണം വെക്കാനുള്ളത്. ഞങ്ങളുടെ ക്ലിനിക്കിൽ ഫ്രണ്ടിൽ തന്നെയായിരുന്നു ഒരു ഫയൽ വെച്ചിരുന്നത്. അതെല്ലാം കംപ്ലീറ്റ് മാറ്റിച്ചു സെപ്പറേറ്റ്. കാരണം ഒരു പേഷ്യൻ്റ് വന്ന് വേറൊരു പേഷ്യൻറ്റിൻ്റെ ഫയൽ എടുക്കാൻ പാടില്ല, സെപ്പറേറ്റ് റൂമിലായിരിക്കണം. ഇതൊക്കെയാണ് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ദെൻ കംസ്, ഇതാണ് ഫയലിംഗ് റൂം. ദെൻ ഇതിലെ വാക്സിനേഷൻ. ഓരോ ക്ലിനിക്ക് ഫുൾ ഇപ്പം ബോർഡ്സ് കൊണ്ട് നിറഞ്ഞു. കാരണം പല പല രീതിയിലുള്ള ബോർഡ്സ് വെക്കേണ്ടതാണ്. ഏതാണ്ട് ഡിസ്പെൻസറി ഫസ്റ്റ് സെക്കൻഡ്. കാരണം ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഒരു രീതിയിലെ ബുദ്ധിമുട്ട് വരരുത്. ഇതാണ് പ്രധാനമായിട്ട് അവർ നോക്കുന്നത്. രണ്ടാമത് ഈ വാട്ടർ പ്യൂരിഫയർ കണ്ടല്ലോ, ഈ വാട്ടർ പ്യൂരിഫയർ ഇതിനെ നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ കൊണ്ടുപോയി ഇതിലെ വെള്ളം ചെക്ക് ചെയ്ത് വെള്ളത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കണം. അങ്ങനെ കുറേ പ്രക്രിയകളുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. രണ്ടാമത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ഫോർമുലേറ്ററി കളർ ചാർട്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ക്ലിനിക്കിൽ എല്ലാ മരുന്നുകളും ഒരേപോലെ ഇരിക്കും, മരുന്ന് കുപ്പികളും. അപ്പോൾ അതിന് മദർ ടിഞ്ചറിൻ്റെ കളർ ഞങ്ങളുടെ ക്ലിനിക്കിൽ വെച്ചിരിക്കുന്ന ഗ്രീനാണ്, 30ക്ക് യെല്ലോ, 200ന് ഡാർക്ക് യെല്ലോ, നമ്മുടെ 1M റെഡ്, 10M ഓറഞ്ച്, 50M ബ്ലാക്ക്. സൗണ്ട് ലേക്ക് റെമഡീസ്, കാരണം സൗണ്ട് ലേക്ക് റെമഡീസ് അവർ ബ്ലൂവിൽ വെച്ചിരിക്കുന്നത് ആഴ്സനിക്കം ആൽബം, ആഴ്സനിക്കം അയഡേറ്റം, ആന്റിമോണിയം ആഴ്സനിക്കം, ഇങ്ങനെയൊക്കെ സൗണ്ട് ലേക്കായിട്ടുള്ള മെഡിസിൻസ് വന്നാൽ ഒന്നും കൂടെ ഫാർമസിസ്റ്റ് നോക്കിയേ എടുക്കാവൂ. അതാണ് അങ്ങനെ ബ്ലൂവിൽ വെച്ചിരിക്കുന്നത്. ഇത് ഏതൊക്കെ മെഡിസിൻസ് ഉണ്ട് അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ആ മെഡിസിൻസിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഇതാണ് ഞാൻ ഈ കാണിക്കുന്നത്, കണ്ടോ. ഒരു അബ്രോട്ടാനം നോക്കുകയാണെങ്കിൽ അബ്രോട്ടാനത്തിന്റെ 200 പൊട്ടൻസി മാത്രമേ എൻ്റെ ക്ലിനിക്കിലുള്ളൂ. അല്ലാതെ ആസിഡ് മുറിയാറ്റിക്കം ആണെങ്കിൽ 200 ഉണ്ട്, 1M ഉണ്ട്. അതുപോലെ ഏതൊക്കെ മെഡിസിൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഒറ്റ ലുക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലുപരി പേഷ്യൻസിന് വരുമ്പോൾ ഫാർമസിസ്റ്റിന് ഈ കളർ കോഡിങ് വെച്ചിട്ട് മെഡിസിൻ 30 ആണോ, കളർ ഒട്ടിച്ചിരിക്കുന്നുണ്ടല്ലോ, 30 ആണോ 200 ആണോ അതേ 1M ആണോ, ആ കളർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഈ കളർ കോഡിങ് അവർ വെച്ചിരിക്കുന്നത്. ഫാർമസി ആണ് നമ്മുടെ ക്ലിനിക്കിലെ ഏറ്റവും നമ്പർ 1 മരുന്ന്, നമ്മൾ നമ്പർ 1 മാർക്ക് കിട്ടിയത്. അതിൽ ഏറ്റവും പ്രധാനം, എൻ്റെ വൈഫ് ഗവൺമെൻറ് സർവീസിൽ ഒരു ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അവിടെ അവർക്ക് പല പ്രാവശ്യം ഈ NABHും കായകൽപ്പവും എല്ലാം കിട്ടിയതായതുകൊണ്ട് എൻ്റെ വൈഫിൻ്റെ ഒരു പ്രയത്നം കൊണ്ടാണ് അവർ വന്നിട്ട് അവരാദ്യം പറഞ്ഞ കാര്യം അതാണ്, നിങ്ങളുടെ ഫാർമസി ഈസ് നമ്പർ 1. അവർ നല്ല മാർക്ക് തന്നിരിക്കുന്ന ഫാർമസിയിലേക്കാണ്. പിന്നെ ഓൾട്ടർനേറ്റ് പവർ സപ്ലൈ, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എഴുതി തന്നെ വെക്കണം. ഇതൊക്കെയാണ് നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഓരോ പ്രത്യേകം ബക്കറ്റ് വെക്കണം ഓരോന്നിനും, അത് സെപ്പറേറ്റ് അത് എടുക്കണം. പിന്നെ പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പേഷ്യൻസ് റൈറ്റ്, ഇതെല്ലാം അവിടെ എഴുതി വെക്കണം. എന്തൊക്കെയാണ് പറയുക, റെസ്പോൺസിബിലിറ്റി, പേഷ്യൻസിന്റെ റൈറ്റ്സ് എന്താണ്. ക്ലിനിക്ക് ഫുൾ ഇതുപോലത്തെ ബോർഡ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇത് വാക്സിനേഷൻ ചാർട്ടാണ്, ഇത് സ്കോപ്പ് ഓഫ് സർവീസ്, ഏതൊക്കെ സർവീസസ് നമ്മൾ കൊടുക്കുന്നു, ഇതെല്ലാം ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഹിയറാർക്കി എങ്ങനെയാണ്, ഡയറക്ടേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഹോസ്പിറ്റൽ മാനേജർ, ഇതാണ് അതിന്റെ ഹിയറാർക്കി പോകുന്നത്, അതെങ്ങനെയാണെന്ന് വെക്കണം. രണ്ടാമത് സെപ്പറേറ്റ് ഫീഡിംഗ് റൂം കാണണം. ആ ഫീഡിംഗ് റൂമിനകത്ത് കൊച്ചിൻ്റെ കുറേ കളിപ്പാട്ടങ്ങളും മറ്റു കാര്യങ്ങളും കുറേ വെക്കണം. ഇത് നമ്മുടെ ക്ലീനിങ് സ്റ്റാഫ്, അവരാണ് ഏറ്റവും പ്രധാനം. അവിടെ അവർ ഒരു സ്പില്ലിംഗ് വന്നാൽ, ഐദർ വൊമിറ്റിംഗ് ആകട്ടെ, അല്ലെങ്കിൽ വാട്ടർ ആകട്ടെ, അല്ലെങ്കിൽ ബ്ലഡ് ആകട്ടെ, ഫസ്റ്റ് എന്ത് ചെയ്യണം അതെല്ലാം ചെയ്ത് കാണിച്ചു കൊടുക്കണം. ആദ്യം ഈ കോഷൻ ഇത് കൊണ്ടുവെക്കുക, വെറ്റ് ഫ്ലോർ വെക്കുക, പിന്നെ ക്ലീനിങ്ങിന് സൊല്യൂഷൻ ഒഴിക്കാന്നുള്ള ഹൈപ്പർ എന്തോ സംതിങ് സൊല്യൂഷനാണ്. ഈ സൊല്യൂഷൻ ഒഴിച്ചിട്ട് ടിഷ്യൂ പേപ്പർ ഇടുക, അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൗ ടു, നമ്മൾ ഗ്ലൗസ് എങ്ങനെ ഇടണം, ഗ്ലൗസ് ഊരേണ്ടത് എങ്ങനെയാണ്, ഗ്ലൗസ് ഇട്ടിട്ട് എങ്ങനെ ജോലി ചെയ്യണം, ഇതിനൊക്കെ സെപ്പറേറ്റ് ഓരോന്നിനും പ്രത്യേക റൂൾസ് ഉണ്ട്. ഇത് പേഷ്യൻ്റ് ഇതെല്ലാം ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവരെ ഇൻസ്പെക്ഷന് വിളിക്കുന്നു. ഇവരാണ് ഇത് രണ്ടാമത് ഇൻസ്പെക്ഷന് വന്നത് വിത്ത് ഓൾ ദ ഡീറ്റെയിൽസ്. ഈ ഒരു ഡോക്ടറാണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത്. അവർ
നമുക്കൊരു NABHന്റെ ഒരു കോർഡിനേറ്റർ നമ്മുടെ ക്ലിനിക്കിൽ കാണണം. അത് എൻ്റെ മകൻ ഡോക്ടർ സബിൻ സന്തോഷ് ആയിരുന്നു. അദ്ദേഹം ഇതെല്ലാം വിവരിച്ചു കൊടുക്കുകയാണ് അവരുടെ അടുത്ത്. ഇതെല്ലാം കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ക്ലിനിക്കിൽ ഞാൻ ഒരു ദിവസത്തെ വിസിറ്റിനാണ് അവർ വന്നത്. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ ക്ലിനിക്കിലെ ഓരോ മൂലയും അരിച്ചു പറക്കി എല്ലാ ഫോട്ടോസും എടുത്തുകൊണ്ടാണ് പോയത്. അത് കഴിഞ്ഞ് എന്നോട് വന്ന് അവർ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. അതിൽ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഫാർമസി നമ്പർ 1. ആ സമയത്ത് അവർ പറഞ്ഞു, നിങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഒരു ആയുർവേദം കൂടെ സ്റ്റാർട്ട് ചെയ്യണം. അവരുടെ സജഷനാണ്, അവർ ഇതായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. കാരണം നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ടും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ആയുർവേദം കൂടെ ചേർന്നാൽ. ഇതാണ് അവർ പറഞ്ഞത്. എനിവേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ ടീം വർക്ക്. എല്ലാ പേരുടെയും നല്ല രീതിയിലുള്ള സഹകരണം കൊണ്ട് എനിക്ക് അവസാനം NABH സർട്ടിഫിക്കേഷൻ കിട്ടി. ഈ സർട്ടിഫിക്കേഷൻ്റെ ഇത് നോക്കിയാൽ മാർച്ച് 17, 2026 കിട്ടി. മാർച്ച് 18, 2028 വരെയാണ് നമ്മുടെ ഈ സർട്ടിഫിക്കേഷൻ. ഇതാണ് സ്കോപ്പ് ഓഫ് സർവീസിൽ ഹോമിയോപ്പതിക് സർവീസസ് മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. ഇത് ഇത്രയുമാണ് ചുരുക്കത്തിൽ NABH അക്രഡിറ്റേഷനും അതുമായി ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് എൻ്റെ മോൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. സമയമുണ്ടല്ലോ മനോജ്? ഉണ്ട്, ഒരു 20 മണിക്കൂർ എന്തായാലും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് കാരണം ഇത് പ്രാക്ടിക്കൽ, ഞാൻ ഇതിനകത്തൊന്നും ഇടപെട്ടിട്ടില്ല. കാശ് വേണമെന്ന് പറഞ്ഞ് കാശ് മാത്രം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ കുറേ കഷ്ടപ്പെട്ടു. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അത് മോൻ പറഞ്ഞു തരും. ഇരുന്നോ മോനെ. എന്തായാലും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവും കൂടെ എല്ലാത്തിനും ഒപ്പിച്ചു എന്തായാലും. ഓക്കെ, ഡോക്ടർ സബിൻ. നമ്മള് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് ഈ ഒരു 6 to 7 months 6 to 7 months അതിന്റെ പുറകിലായിരുന്നു. അപ്പൊ അതിൽ ഫസ്റ്റ് വന്നതാണ് നമ്മൾ ഈ SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോമിൽ 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ആ ചാപ്റ്റേഴ്സ് ഓരോന്നിനുമായിട്ട് അതിന്റെ അകത്ത് തന്നെ സബ് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം വെച്ചിട്ട് നമ്മൾ അതിന്റെ ഇത് ഫോർമുലേറ്റ് ചെയ്യണം. അപ്പൊ ഓരോന്നും ആക്സസ് അസസ്മെന്റ്, കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഓഫ് പേഷ്യൻസ്, അങ്ങനെ പല ചാപ്റ്റേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അതിനെ തന്നെ ഒരുപാട് റെഫർ ചെയ്തിട്ടാണ് നമുക്ക് ഇത് വേണമെങ്കിൽ വേറൊരു എക്സ്റ്റേണൽ ഓർഗനൈസേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരും. പക്ഷെ അത് നമുക്ക് കൂടെ തന്നെ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ഞാനത് ചെയ്തത്. അപ്പൊ അതാണ് ഫസ്റ്റ് നമുക്ക് ചെയ്തത്. അപ്പൊ അതിനുശേഷം തന്നെ നമുക്ക് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് ഈ സ്റ്റാറ്റുട്ടറി ഡോക്യുമെന്റ്സ് ആണ്. അതായത് നമ്മുടെ ലൈസൻസ്, ക്ലിനിക് ലൈസൻസ്, ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസ്, ഓഡിറ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു അക്രഡേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതും നമ്മളിപ്പോൾ ഫസ്റ്റ് നോക്കിയത് എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ആണ്. അതാണ് അക്രഡേഷനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അക്രഡേഷൻ കുറച്ചുകൂടെ പാടായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിന് ബേസിക് ആയിട്ട് മെയിൻ ആയിട്ട് വേറൊരു കാര്യം പറഞ്ഞാൽ ഇൻഫെക്ഷൻ കൺട്രോൾ ആണ്. ഇൻഫെക്ഷൻ കൺട്രോളിൽ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരിയാണ് വന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്കും ഓരോ ജോലി അസൈൻ ചെയ്ത് കൊടുത്തു. അതാകുമ്പം ഓരോ ഡിപ്പാർട്ട്മെന്റ് വെച്ച് ഫാർമസിയിലൊരു ഡോക്ടറും അതിന്റെ ഫാർമസിസ്റ്റും ആയിട്ട് ചേർന്നാണ് ഫാർമസിയിലെ കുറെ രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പാടായിട്ടുള്ള ഒരു കാര്യം. കാരണം രജിസ്റ്റേഴ്സ് ഇപ്പൊ ഫാർമസി ഡോക്യുമെന്റേഷൻ, ഡ്രഗ് പ്രൊക്യൂർമെന്റ് എല്ലാം വേണം. അതായത് ഡ്രഗ്സ് എവിടെ നിന്ന് വരുന്നു, എത്ര എണ്ണം സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്ക് കുറെ നിയർ എക്സ്പയറി ആയിട്ടുള്ള മെഡിസിൻസ് എത്ര എണ്ണം ഉണ്ട്, അതെങ്ങനെ നിങ്ങൾ കളയുന്നു, അതെല്ലാം അവര് പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്തിരിക്കും. ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്നതാണ് ഈ SOPനകത്ത്. അപ്പൊ അവർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കുന്ന ഈ SOP കാണിക്കും, ഇതിന്റെ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷന്റെ SOP എടുക്കാൻ പറയും. നമ്മൾ SOP എടുത്ത് കൊടുക്കും. അതിൻ്റെ അകത്ത് നിന്ന് അവർ ഫോട്ടോ എടുത്ത് അവർ നേരെ അപ്ലോഡ് ചെയ്യണം. എല്ലാം അപ്ലോഡ് ചെയ്ത് അവർക്ക് അതെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അവരിപ്പോൾ നമ്മൾ പറയുക അത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല. കാരണം അവർക്ക് അതെല്ലാം അപ്പം തന്നെ അപ്ലോഡ് ചെയ്ത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയിലേക്ക്, നമ്മുടെ NABHന്റെ സെക്രട്ടേറിയറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് സൈറ്റിൻ്റെ അകത്ത്. അപ്പം അതുപോലെ തന്നെ ഓരോന്നിനും ഡോക്യുമെന്റേഷൻ ആണ് ഏറ്റവും മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം CME രജിസ്റ്റർ ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ട്രെയിനിങ് രജിസ്റ്റർ ഉണ്ട്. അങ്ങനെ ഓരോ കാര്യത്തിനും രജിസ്റ്റേഴ്സ് ഉണ്ട്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് നമ്മളിപ്പം ഒരു OP സാറ്റിസ്ഫാക്ഷൻ ഒക്കെ സർവേ ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ് പേഷ്യൻസ് ഒരു മാസം വന്നതിൽ, എത്രയും കുറേ പേർക്ക് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ സർവേ കൊടുത്തിട്ട് അവരതിൽ ടിക്കറ്റ് തന്ന് നമ്മളത് ഓരോ മന്തിലും അത് ഓഡിറ്റ് ചെയ്യും. അതുപോലെ പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഓഡിറ്റ് ചെയ്യും. ഇപ്പം ഫാർമസി ആയിട്ട് ഓഡിറ്റ് ചെയ്യണം, നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന കറക്റ്റ് ആണോ ഇല്ലയോ, അതായത് ഡോക്യുമെന്റ്സ് നമ്മുടെ ഡോക്ടേഴ്സ്. അപ്പം SNDT ഫോർമാറ്റിലാണ് നമ്മൾ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത്. സൈൻ, നെയിം, ഡേറ്റ്, ടൈം, ഇതെല്ലാം ഉണ്ടെങ്കിലേ ഒരു പ്രിസ്ക്രിപ്ഷൻ ഓതറൈസ് ആവും. ആ ഒരു ഓതറൈസേഷൻ ഉണ്ടെങ്കിലേ ഫാർമസിസ്റ്റിന് അതിന് മെഡിസിൻ കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഡ്രഗ് ലിസ്റ്റിൽ നമ്മളെ SOPന്റെ അകത്ത് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണോ നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. പിന്നെ അവർ വന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഫാർമസിയിലാണ്.
ഫാർമസിയിൽ വന്നു, അവർ ഡ്രഗ് ഡിസ്പെൻസ് ചെയ്ത് കാണിക്കാനായിട്ട് ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അവരത് നോക്കുവാണ് എന്താണ് അവർ ചെയ്യുന്നത്, അതായത് കറക്റ്റ് ലേബലിംഗ് ആണോ, അതായത് അവർ കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ പേഷ്യൻറ്റിന്. അപ്പം അങ്ങനെ ഉള്ളൊരു ഇതെല്ലാമാണ് ഫാർമസിയിൽ പറഞ്ഞത്. പിന്നെ ഫീഡിങ് പറഞ്ഞ പോലെ ഫീഡിങ് റൂം വേണം. പിന്നെ നമുക്കൊരു സ്റ്റാഫ് റൂം ഉണ്ട്, അതിൻ്റെ അകത്താണ് ബാക്കി കാര്യങ്ങൾ മെയിനായിട്ട് വെക്കേണ്ടത്. പിന്നെ നമ്മുടെ മാനേജ്മെന്റ് ഓഫ് റെക്കോർഡ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അവർ വേറൊരു കാര്യം പറഞ്ഞാൽ കൺസെന്റ് ഫോം ആണ്. ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് അവരിൽ നിന്ന് കൺസെന്റ്, നമ്മൾ ഇവിടെ നിന്ന് മെഡിസിൻ എടുക്കുന്നു അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ തൃപ്തനാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെന്റ് ഫോം ഉണ്ട്. അതിപ്പം എല്ലാ കാര്യങ്ങളും ബൈലിംഗ്വൽ ആയിരിക്കണം, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇംഗ്ലീഷിലും മലയാളത്തിലും ആയിരിക്കണം, ഈവൻ എല്ലാ ബോർഡുകളും ബൈലിംഗ്വൽ ആയിരിക്കണം എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ്. അതൊരു NC ആയിട്ട് വന്നു. നമ്മൾ ആ ഒരു ബയോമെഡിക്കൽ വേസ്റ്റിൻ്റെ അത് ബൈലിംഗ്വൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് വീണ്ടും അത് ഒന്നുകൂടെ എടുത്ത് അയക്കേണ്ടി വന്നു. ഇവരെല്ലാം ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇത് തരും, അതിനുശേഷം നമ്മളത് കറക്റ്റ് ചെയ്ത് അയച്ചാൽ മതി. ആദ്യം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പിന്നെ നമുക്ക് ആ അസസ്മെന്റ് എടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം, നമുക്ക് എന്താണ് മാറ്റം വരുത്തേണ്ടത്, എങ്ങനെയാണ് ഇതിനെ കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ പുള്ളിക്കാരും അവരെ പറഞ്ഞു തരും. അത് വെച്ചിട്ട് അല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ഈ പറഞ്ഞ പോലെ മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ ആദ്യം വേറൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു രീതിയാണ് വെച്ചിരുന്നത്. അപ്പം അത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് വേണം, അതെല്ലാം ഒരു ക്ലോസ്ഡ് റൂം ആയിരിക്കണം, അത് എപ്പോഴും സെക്യൂർ. അങ്ങനെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു റെക്കോർഡ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. കാരണം എന്തെങ്കിലും മെഡിക്കൽ ലീഗൽ കേസസ് വന്നാൽ പോലും അത് നമുക്ക് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു റെക്കോർഡ് ആയതിനു ശേഷം അതുകൊണ്ട് തന്നെ അവിടെ തന്നെ അതിന്റെ എക്സ്റ്റേണൽ തന്നെ ഒരു ഫയർ എക്സ്റ്റിങ്ഷർ വെക്കണം, അവരുടെ ഫയർ സെൻസർ അല്ലാതെ വെക്കണം എന്നുള്ളതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവർ പറഞ്ഞിരുന്നത്. പിന്നെ ഫയർ എക്സിറ്റ് പ്ലാനും മറ്റും അതൊന്നും നമുക്കില്ലായിരുന്നു. ഫയർ എക്സിറ്റ് എങ്ങനെയാണ് നമ്മൾ ഒരു ഫയർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് പോകേണ്ടത്. പിന്നെ വീൽ ചെയർ അസസ്സും നമ്മളിപ്പം പേഷ്യൻ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ, ഈ രണ്ട് കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു വന്നു കഴിഞ്ഞാൽ ഒരു പേഷ്യന്റ് വയ്യാത്ത ഒരു പേഷ്യന്റ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ വീൽ ചെയർ ആക്സസ് ചെയ്യണം. വീൽ ചെയർ എങ്ങനെ കൊണ്ടുപോയി, അതിന് വേണ്ടിയിട്ടാണ് റാമ്പ് വേണമെന്ന് പറയുന്നത്. ഈവൻ ആ പേഷ്യന്റ് ഇപ്പോൾ വാഷ്റൂമിനകത്ത് പോകണമെങ്കിൽ പോലും ഒരു വാഷ്റൂമിൽ ഒരു റാമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഷ്റൂമിനകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം അവർ നോക്കുന്നുണ്ട്. അപ്പം അവർക്ക് കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് അനുസരിച്ചാണ് അവർ നമ്മളടുത്ത് ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നമുക്ക് അവർക്ക് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എവിടെയാണ് റാമ്പ് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിന്റെ 2 ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്കതുമൊക്കെ മാക്സിമം നമ്മൾ ചെയ്തിരുന്നു. എന്നാലും നമുക്കൊരു 10 എണ്ണത്തിനകത്ത് NC വന്നിരുന്നു ഫസ്റ്റ് ഓൺസൈറ്റ് അസസ്മെന്റിന്. ഫസ്റ്റ് ഇത് ഒരു ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് ആണ് വരുന്നത്, അതിൻ്റെ അകത്തും കുറെ NCs വന്നിരുന്നു. രണ്ടാമത് അത് വീണ്ടും നമ്മൾ ചെയ്ത് അയച്ചു. അങ്ങനെ 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഓൺസൈറ്റ് അസസ്മെന്റിന് ഒരു ഡേറ്റ് പറയുന്നത്. ഓൺസൈറ്റ് അസസ്മെന്റിന് അവർ വന്നപ്പോഴും ആദ്യം കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പം തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റും പറഞ്ഞു. അപ്പം ചെയ്ത് കാണിച്ചതിനെ അവർ അപ്പം തന്നെ ഫോട്ടോ എടുത്ത് അയക്കും. അതിനുശേഷമാണ് നമ്മൾ ഓൺസൈറ്റ് അസസ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ സർവേ, എന്തുമാത്രം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് അവർ വന്നതിൽ, അത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷമാണ് അവിടെ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് അതിലെന്തൊക്കെ തെറ്റുകളുണ്ട് അത് നമ്മളിനി തിരുത്തി അയക്കേണ്ടി വരും. അത് തിരുത്തി അയച്ചതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് ഉണ്ട്. അത് നമ്മൾ NABH സെക്രട്ടേറിയറ്റ് ഡൽഹിയിലായിരിക്കും. അത് അവർ കുറേ ഇതേപോലത്തെ കുറേ സർട്ടിഫിക്കേഷൻസ് എല്ലാം കൂടെ റിവ്യൂ ചെയ്തതിന് ശേഷമാണ് ഇതിൽ റെക്കമെൻഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ള രീതിയിൽ പറയുക. നമുക്ക് എന്തോ ഭാഗ്യവശാൽ നമ്മളത് റെക്കമെൻഡ് ആയിട്ട് നമുക്ക് കഴിഞ്ഞ ലാസ്റ്റ് മന്ത് അത് അങ്ങനെ സർട്ടിഫിക്കറ്റ് ഇപ്പം വിത്തിൻ 1 മന്തിനകത്ത് സർട്ടിഫിക്കറ്റിന്റെ ഹാർഡ് കോപ്പിയും കിട്ടി. അപ്പൊ അത്രയുമാണ് ഇതിന്റെ പ്രശ്നങ്ങളായിട്ട് വന്നിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഡോക്യുമെന്റേഷൻ തന്നെയാണ്. കുറച്ച് പാട് തന്നെയാണ് ഈ ഡോക്യുമെന്റേഷൻ. പിന്നെ ഒരു സിംഗിൾ ഹാൻഡഡ് ക്ലിനിക്സിലൊന്നും പോകാൻ പ്രായോഗികമായി അവർക്ക് ഇതിലേക്ക് പോകാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ശരിക്കും ഒരു 5-6 പേരുടെ വർക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഒരു 3-4 പേരെങ്കിലും വേണം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മകൻ ഓൾമോസ്റ്റ് ഒരു 7-8 മന്ത്സ് പേഷ്യൻസിനെ കണ്ടതേയില്ല, ഫുൾ ടൈം ഇതിൻ്റെ പുറകെ ആയിരുന്നു. അങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെയാണ് കിട്ടിയത്. പിന്നെ അതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞിങ്ങനെ കിട്ടണമെങ്കിൽ ദാറ്റ് വിൽ ടേക്ക് മോർ ടൈം. കാരണം ഇനി ഇൻഷുറൻസ് അപ്രൂവൽ വേണം. അത് ഇതുവരെ കാരണം ഇൻഷുറൻസ് അപ്രൂവലിന് കിടത്തി ചികിത്സ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അല്ലാതെ തന്നെ ഇൻഷുറൻസ് അപ്രൂവൽ ആകും. അവരുടെ പാനലിനകത്ത് നമ്മൾ കയറണം. ഇതിപ്പോൾ ആദ്യത്തെ ക്ലിനിക്ക് ആയതുകൊണ്ട് അതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ കോളേജിലിരുന്നപ്പം ഡോക്ടർ മനോജ് എന്നോട് ചോദിച്ച്, സന്തോഷം ഒപ്പിടുന്ന കുട്ടികളുടെ ഇതിനകത്തൊരു ഇത് എഴുതിക്കൊണ്ടിരുന്നപ്പം ഇത് സന്തോഷിന് വായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. വളരെ കറക്റ്റാണ്. നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ വായിക്കാൻ പോലും ആർക്കും പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അതിനുശേഷം പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ടേ ഇല്ല. ജൂനിയേഴ്സാണ് എഴുതുന്നത്. കാരണം അത്ര വ്യക്തതയോടുകൂടി എഴുതി അവരിതെല്ലാം വന്ന് നോക്കുന്നത്.
അവര് റാൻഡം ആയിട്ടൊരു ഫയൽ എടുക്കുന്നത് അല്ലേ? അതെ, അന്ന് വന്നത് റാൻഡം ആയിട്ട് ഒരു ഫയൽ അവര് 2-3 കേസ് ഷീറ്റ്സ് തരാൻ പറയും. ആ കേസ് ഷീറ്റ്സിലും പക്ഷെ നമ്മൾ എത്ര കേസ് ഷീറ്റ്സ് എല്ലാം നമ്മളൊരു 6 months ബിഫോർ ഉള്ളത് തന്നെ നമ്മൾ അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കണം. അതായത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് ഒരു 6 months മുമ്പാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് NABH. അപ്പൊ അതിന് 6 months റെക്കോർഡ്സ് കറക്റ്റ് ആയിരിക്കണമെന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 6 months റെക്കോർഡ്സിൽ നമ്മൾ കുറച്ച് ഇൻകംപ്ലീറ്റ് ആയിരുന്ന റെക്കോർഡ്സും കംപ്ലീറ്റ് ആക്കി. എന്നിട്ട് പോലും അതിൽ പല പ്രശ്നങ്ങളായിട്ട് അവർ പറഞ്ഞിരുന്നു. അതായത് നമ്മളെ പ്രിസ്ക്രിപ്ഷൻ എഴുതിയത് കറക്റ്റ് അല്ല, റെക്സ്ട്രോക്സിക്കോട്ടെൻട്രോൺ 1 എങ്ങനെയാണ് ഈ സ്റ്റാറ്റ് ആണെങ്കിൽ സ്റ്റാറ്റ്, അങ്ങനെ പിന്നെ റെക്സ്ട്രോക്സ് 30 ആണെങ്കിൽ റെക്സ്ട്രോക്സിക്കോട്ടെൻട്രോൺ 30 3 TID, പിന്നെ എങ്ങനെ എടുക്കുന്നു ആ രീതിയിലെല്ലാം ഓറലി ആണ് എന്നുള്ള രീതിയിലെല്ലാം കംപ്ലീറ്റ് ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആയിരിക്കണം. അതെല്ലാം അവരൊരു NC ആയിട്ടൊക്കെ ഇട്ടിരുന്നു. പിന്നെ അതെല്ലാം മാറ്റി അയച്ചു. ഇനിയിപ്പോ ഇതിനാ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതിനാ അവര് എനിക്ക് തോന്നുന്നു 1.5 വർഷമാകുമ്പോഴല്ലേ? 1.5 years കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അതിന് അപ്ലൈ ചെയ്യണം. 2 years ആകുമ്പോൾ അതിന് മുമ്പേ അവരൊരു ഇൻസ്പെക്ഷൻ ഉണ്ട്. അതിനുശേഷമാണ് നമ്മൾ വീണ്ടും റിന്യൂ ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടുക. 2 years അത് കഴിഞ്ഞാൽ അക്രഡിറ്റേഷന് പോകാൻ പറ്റുള്ളൂ. അക്രഡിറ്റേഷൻ ഇച്ചിരി കൂടെ പാടാണ്. ഇതിപ്പോ സർട്ടിഫിക്കേഷൻ ആണ്, എൻട്രി ലെവൽ സർട്ടിഫിക്കേഷനാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ വേറൊരു ക്ലിനിക്കിനും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇൻഷുറൻസും മറ്റു മേഖലകളിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അടുത്തതിന് അതുകൊണ്ട് ഇത് പ്രിലിമിനറി ആയിട്ടുണ്ട് ആയി അല്ലേ? അപ്പൊ അടുത്ത അതെ 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 അതെ, കിട്ടിക്കഴിഞ്ഞു നമുക്ക്. പക്ഷെ നമ്മള് എൻട്രി ലെവൽ ആയാലും ഫുൾ അക്രഡിറ്റേഷൻ ആയാലും ഇൻഷുറൻസ് കവറേജ് ബാക്കി എല്ലാം അവന്റെ സർവീസസ് എല്ലാം സെയിം തന്നെയാണ്. പിന്നെ കുറച്ചുകൂടെ എളുപ്പമാണ്. നമ്മളിപ്പോൾ സ്മോൾ ക്ലിനിക്സും മറ്റേതിലും എല്ലാം നമുക്ക് സ്മോൾ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽസിലും എല്ലാം നമുക്ക് എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ആണ് കുറച്ചുകൂടെ എളുപ്പം. ഇപ്പം വലിയ ഹോസ്പിറ്റൽസ്, ഇപ്പം നമ്മൾ കിംസ് പോലെയുള്ള വലിയ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ അവർ ഫുൾ അക്രഡിറ്റേഷനിൽ അവർക്ക് പോകാൻ പറ്റും. അങ്ങനെ അത്രയും വലിയൊരു ഇതുണ്ടാകുമ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അവിടുത്തെ കാര്യങ്ങൾ. ഇപ്പം ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ്, ഇപ്പം HIC എല്ലാം കൂടുതലായിട്ട് വരുന്ന ഇൻഫെക്ഷൻ എല്ലാം കൺട്രോൾ എല്ലാം നല്ല രീതിയിലൊക്കെ ചെയ്താലേ പറ്റും. അപ്പം അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പിന്നെ നമുക്ക് കിട്ടിയെന്നും പറഞ്ഞിട്ട് നമുക്ക് ആ എംബ്ലം ഉപയോഗിക്കാം. അത് എൻ്റെ പേരൂർക്കട ലൈഫ് കെയറിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് വട്ടപ്പാറയുള്ളതോ PMSലുള്ളതോ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഓരോ ഏരിയയിലുണ്ടോ അവിടെ എടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു കാര്യം പറയാൻ കഴിയും, IFPHന്റെ ബോർഡ് മെമ്പേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങാൻ കഴിയും എനിക്ക് തോന്നുന്നു. ഇസ്മായിൽ സേഡ് സാറിന്റെ ആശുപത്രി വലിയ സ്ഥാപനമാണ്, തീർച്ചയായിട്ടും സാറിന് ചെയ്യാൻ കഴിയും. അതുപോലെ നമ്മൾ ഡോക്ടർ CP അനിൽകുമാർ, ഡോക്ടർ ഷഫീഖ്, ഡോക്ടർ ബിന്ദുരാജ്, ഇവരൊക്കെയാണ് IFPHന്റെ ബോർഡിലുള്ളത്. ഈ ബോർഡ് മെമ്പർമാരെ തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ പറഞ്ഞ ഒരു തരംഗം സൃഷ്ടിക്കാൻ കഴിയും തീർച്ചയായിട്ടും. അതെ, എസ്പെഷ്യലി ഇപ്പൊ ഹോമിയോ മേഖലയിലാണ് ഇല്ലാത്തത്, ബാക്കി എല്ലാ മേഖലയിലും ആയി കഴിഞ്ഞു. അത് നേരത്തെ പറഞ്ഞ പോലെയാണ്. അതിന് ഒരു പ്രധാന കാരണം ഒരു ഇൻകം ജനറേഷന്റെ ഒരു ആസ്പെക്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇല്ലാതെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. യൂട്ടിലൈസ് ചെയ്യാൻ ഒരു എന്റർപ്രണർഷിപ്പ് കപ്പാസിറ്റി ഉണ്ടാകണം. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. ഞാൻ സ്ക്രീൻ ഷെയർ ക്ലോസ് ചെയ്തേക്കാം, അത് കഴിഞ്ഞ് അടുത്തിലേക്ക് പോകാം. ഓക്കെ, ക്ലോസ് ചെയ്തല്ലോ മോനെ. ഓക്കെ, ഞാൻ ചെയ്തോളാം. ഓക്കെ, ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഭദ്രൻ ഡോക്ടർ റെഡി ആയിട്ട് റിപ്പോർട്ട്. ഭദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഹൗ മച്ച് കോസ്റ്റ് നീഡഡ് ആരോ ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ ഷീല, നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3 to 4 lakhs ആയിട്ടുണ്ട്. അതായിട്ടുണ്ടെന്ന് വെച്ചാൽ ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് നമ്മുടെ ക്ലിനിക്ക് ഓൾറെഡി ഒരു വെൽ സെറ്റിൽഡ് വളരെ നല്ലൊരു ക്ലിനിക്കാണ്. എന്നിട്ട് പോലും എനിക്ക് ഇത്രയും ചെയ്യേണ്ടി വന്നു. കാരണം അവർ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഭദ്രൻ ഡോക്ടർ റെഡിയാണ്. വളരെ എന്തൂസിയാസ്റ്റിക് ആൻഡ് യങ് ആയിട്ടുള്ള സാറിന്റെ ക്ലിനിക്കിൽ നമ്മൾ പ്രതീക്ഷിക്കും. സാർ പ്ലീസ്. അല്ല, എന്റെ ക്ലിനിക്ക് പ്രതീക്ഷിക്കാൻ എനിക്ക് ഇപ്പോഴൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിന്റെ കുറെ നൂലാമാലകൾ കുറെ കൂടുതലാണ്. 2-3 തരം ചോദിച്ചൊന്നും സാധിക്കില്ല. അത് പറ്റും. സിംഗിൾ ക്ലിനിക്സിനും ഒരാളുള്ള ക്ലിനിക്കിലും ചെയ്യും. പക്ഷെ അതിന് ഇത്രയും ചിലപ്പം നൂലാമാല കാണില്ലായിരിക്കാം. ഞാൻ പറയുന്നത് എല്ലാ പേരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്യും. ഇതിപ്പോ ഒരാൾ മാത്രം പോകുമ്പോഴും പലരും പോകും. ഇപ്പൊ ഡോക്ടർ മനോജ് പറഞ്ഞതുപോലെ ഇപ്പം സേഡ് സാറും TPയും മറ്റുള്ളവരും എല്ലാവരും കൂടെ നമ്മൾ എല്ലാം കൂടെ പുഷ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇൻഷുറൻസ് കമ്പനിക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്യും. ഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ബെനിഫിറ്റാ. നമ്മൾ വിചാരിച്ച പോലെ അല്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ പേരും ഒന്ന് നോക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ സമൂഹ ഇൻഷുറൻസിന്റെ പുറകെയാണെന്നുള്ള കാര്യം നമ്മൾ അറിയണം. നമ്മൾ പൾസ് മാനത്തോട് കാര്യമില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം,
ഭദ്രൻ സാറ് പ്ലെയിൻ പറത്തിയിട്ടുള്ള ആളാണ്, പിന്നല്ലേ ഇത് പറ്റാത്തത്. സന്തോഷം പ്ലെയിൻ പറത്തിയിട്ടില്ലല്ലോ. അപ്പൊ സാറിന് പറ്റാത്ത കാര്യമൊന്നുമല്ല, അല്ലാന്ന് പറയട്ടെ. നമ്മൾ എന്തായാലും വഴി വെട്ടി തുടങ്ങി. അതെ, ആ അല്ല വഴിയിൽ കൂടെ കുറച്ച് ആളുകൾ വന്നാൽ നല്ലത്. സന്തോഷം. ഞാൻ എന്തുകൊണ്ടാണ് സാറിനെ വിളിച്ചത് എനിക്കറിയില്ല. ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള കഴിവുള്ള ആൾ സാറ് തന്നെയാണ്. അതായത് സർക്കാരിന് ഡിസ്പെൻസറി സ്വന്തം ഇട്ടത്തിൽ വേറെ സ്ഥലത്തോട്ട് വെച്ച പുള്ളിയാണ്. ആലോചിച്ച് വേണം, നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതെ 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 ഒരു കുടുംബം ഉണ്ടെന്ന് ഇപ്പോഴാണ് തല കാണൂല. അത്രയും തന്റെ മനുഷ്യനാണ് സാർ. ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ കുറെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ മനോജ്, അല്ലേ? ഇപ്പൊ ആയിട്ടുണ്ട്. അതെ അതെ. ഇനി വരുന്നുണ്ട് വലിയ ഡിസ്പെൻസറി, അടുത്ത ദിവസം വരുന്നുണ്ട്. നമ്മൾ 10-ാം തീയതി പ്രോഗ്രാം വെച്ചിട്ടുണ്ട് വലിയ ഡിസ്പെൻസറിയെ കുറിച്ച് പ്രോഗ്രാം. ഇല്ല, ഈ ഗവൺമെന്റ് ഡിസ്പെൻസറി ആകാൻ വലിയ പ്രയാസമില്ല. കാര്യം ചെന്നാല് അവിടെ വേണ്ടുന്ന ജനങ്ങളുടെ മാൻ പവർ ഉണ്ട്. നമുക്ക് മാൻ പവർ ഇന്നലെ നമുക്ക് ഒരു സാധാരണ ഒരു ക്ലിനിക്കിൽ നിൽക്കുന്ന നമുക്ക് 2-3 സ്റ്റാഫിനെ വെക്കാൻ നോക്കും. അതിൽ കൂടുതൽ എല്ലാത്തിനും ഓരോന്നരായിട്ട് വെക്കാൻ കുറെ ബുദ്ധിമുട്ടുണ്ട്. അല്ല, അത് ശരിയായില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇൻഷുറൻസ് വന്നാലേ പറ്റുള്ളൂ ഡോക്ടറെ, വരണം. യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ട് സർക്കാർ സ്ഥാപനം ചെയ്യാനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജീവനക്കാർ സഹകരിക്കണമെന്നില്ല. പിന്നെ ദൂരെയുള്ള ആൾക്കാരായിരിക്കും. രാത്രി 7-8 മണി വരെ തട്ടുമുട്ടോടെ ആള് കാണും. പിന്നെ പേഷ്യൻസിന് പറയാൻ പറ്റൂല. അവർ ദിവസവും വരും. ഒരു 50-60 പേഷ്യന്റ് വരുന്നതിന്റെ ഇടയിൽ കൂടെയാണ് ചെയ്യുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് ഉപ്പടാമൂട് പാലം ചെയ്തതല്ല. അടിയിൽ കൂടെ ട്രെയിൻ കൊടുത്ത് മുകളിൽ പാലം പണിയുന്നത്. അതാണ് സർക്കാർ സ്ഥാപനം. ബുദ്ധിമുട്ട് സ്വകാര്യ സ്ഥാപനത്തെക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് സർക്കാർ സ്ഥാപനത്തിനാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ 5 ദിവസം അടച്ചിടാം, ഡോക്ടർ ഇല്ല, കുഴപ്പമില്ല. പക്ഷെ സർക്കാർ സ്ഥാപനം പറ്റുമോ? 1 മണിക്കൂർ പറ്റൂല. അവിടെ കുറവാതെ നടക്കും. അതുകൊണ്ട് അഭിപ്രായത്തില് സർക്കാർ സ്ഥാപനത്തിന് ബുദ്ധിമുട്ടാണ്. ഓക്കെ സാർ, പറയൂ. ബുദ്ധിമുട്ട് എല്ലായിടത്തും ഉണ്ട്. കാര്യം നല്ല ഇപ്പം പിന്നെ ഞാനിപ്പം അടക്കത്തോട്ട് ഡിസ്പെൻസറി, കേരള ഡിസ്പെൻസറിയിൽ മാറ്റിയപ്പോഴത്തേക്കും 500ഓളം പേഷ്യൻസ് ഡെയിലി ആവറേജ് ഉണ്ടായിരുന്നു. 500ഓളം 400 to 500 പേഷ്യൻസ് പെർ ഡേ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ രാവിലെ ഞാൻ 8 മണി മുതൽ രാത്രി 9-10 മണി വരെ ജോലി ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അതുപോലെ പക്ഷെ എന്റെ സ്റ്റാഫ് അതുപോലെ സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് വേറെ കാര്യം. അപ്പൊ അവർക്ക് വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഒരാഴ്ച നിന്നിട്ട് പോരാൻ പറയും. ഇവിടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് നടത്തിയത്. അവരെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് നല്ല ഔട്ട്പുട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് സാറിന് ക്ലിനിക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ നമുക്ക് സ്വകാര്യ ക്ലിനിക്കുകളാകുമ്പോൾ നമുക്ക് ഒരാളെ നിർത്താം. സർക്കാർ സാർ നിർത്താൻ പറ്റുമോ? തല കാണൂല. പിന്നെ മറുപടി സമാനം പറയേണ്ടി വരും. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും സ്വകാര്യ മേലെ തന്നെ സംശയമൊന്നുമില്ല. നമുക്ക് എബ്രഹാമിന്റെ ഡോക്ടറിലേക്ക് പോകാം. എബ്രഹാമിന്റെ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യാം ഡോക്ടറെ. സന്തോഷത്തിന്റെ സാറിന്റെ ഈ ക്ലാസ് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്കിതൊന്നും മറ്റുള്ള കാര്യമല്ല. എന്നാലും സാറ് അങ്ങനെ പറയരുത് സാറേ, പറ്റില്ല എന്ന് പറയരുത്. എല്ലാ പേർക്കും പറ്റും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, മകന്റെ ആ ഒരു പ്രേരണയിലാണ് ഞാൻ ഇറങ്ങിപ്പോയത്. ഓക്കെ, എനിക്ക് മാസത്തിൽ 1-2 പേഷ്യന്റ് വരുന്നതിന് എനിക്ക് പറ്റത്തില്ല, അതാ പറഞ്ഞത്. അപ്പൊ സാറിന് കൺസൾട്ടേഷൻ നന്നായിട്ട് നടത്തിയത്. എനിക്ക് 2 സംശയമുണ്ട്. ഒന്ന്, ഈ ചാർട്ട് വെച്ചേക്കുന്നതില്ല, ഈ വാക്സിൻ ചാർട്ട് വെച്ചേക്കുന്നതില്ല, പല മോഡേൺ മെഡിസിൻ എടുക്കുന്ന ചാർട്ടുകൾ, ഇതൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ വെക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇപ്പൊ എന്റെ ഒക്കെ എടുക്കേണ്ട സമയമൊക്കെ മാർക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരു ചോദ്യം. വാക്സിനേഷൻ ചാർട്ട് ഞങ്ങൾ ആദ്യം ഒരു ചാർട്ട്, ഒരു IEC ബോർഡ് എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അത് ഒരു ചാർട്ട് പോലും നമ്മൾ വെച്ചിട്ടില്ലായിരുന്നു. ഒന്നും വെച്ചിട്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ ഡയബറ്റീസ് വന്ന എന്തൊക്കെയാണ് വരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് ബോർഡ്സ് കുറെ എണ്ണം വെക്കണമെന്ന് അവർ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ കുറെ ബോർഡ് വെച്ചപ്പോഴും പിന്നെ അതിലൊരു NC ആയിട്ട് വന്നത്, ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും വാക്സിനേഷന്റെ ഷെഡ്യൂള് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു അമ്മയും കുഞ്ഞും വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നൊരു ഇത് NC ആയിട്ട് വന്നു നമുക്ക്. അതിനുശേഷമാണ് നമ്മൾ ഒരു ബോർഡ് അങ്ങനെയാണ് രണ്ടാമതാണ് നമ്മൾ ആ 2ാമത് ബോർഡ് അത് വെക്കേണ്ടി വന്നത്. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ആക്കി വെക്കേണ്ടി വന്നു. അപ്പൊ അതും പേഷ്യന്റിനെ അവയർനെസ്സിനെ ബാധിക്കുന്നതായതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ 2ാമത് അത് വെക്കേണ്ടി വന്നത്. രണ്ടാമത്തെ സംശയമേ, ഇൻഷുറൻസ് സംബന്ധിച്ചതാണ്. നമുക്ക് ഇൻഷുറൻസ് ഒന്നും വലിയ പ്രയോജനം എന്ന് പറഞ്ഞു. ഞാനിപ്പോ പല ചികിത്സ, ഞാൻ എന്റെ പേഴ്സണൽ രോഗത്തിന്റെ പല ഇത് പോയിട്ടുണ്ട്. വലിയ 50,000-60,000 ഉണ്ടെങ്കിൽ ഇൻഷുറൻസിന് ക്ലെയിം ചെയ്യുന്നല്ലാതെ 1000, 2000, 500, 5000 ഒന്നും ഒരിക്കലും ക്ലെയിം ചെയ്തിട്ടില്ല. ശരിയാ. അങ്ങനെ ഇരിക്കുമ്പോ നമ്മള് ഹോമിയോപ്പതി ഡോക്ടർമാര് ട്രീറ്റ്മെന്റില് ഞാനൊരു ചികിത്സ ട്രീറ്റ്മെന്റ് നടത്തിയാൽ എനിക്ക് 500-1000 ഞാൻ ചാർജ് ചെയ്യാറില്ല. അതിന് പേഷ്യന്റ് എന്തിനാ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതാണ് എന്റെ ചോദ്യം.
അതുകൊണ്ട് നമുക്ക് ഇത് പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നാണ് എന്റെ സംശയം. എന്റെ അറിവ്, പരിമിതമായ അറിവ് വെച്ചുണ്ട് സംശയം. ഓക്കെ. നമ്മുടെ ക്ലിനിക്കില് ഒരു പേഷ്യന്റ് നമ്മുടെ കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയുന്നത് കേസ് ടേക്കിംഗ് ഫീസ് ആയിട്ട് 1500, ഒരു മാസത്തെ ഫീസ് എന്ന് പറയുന്നത് ഒരു 3000 അല്ലേ, 3000 4000. അപ്പോൾ ഓൾ ടുഗദർ ഒരു 5000 റുപ്പീസ് ഒരാൾക്ക് ക്രോണിക് കേസിന് കേസ് ടേക്കിംഗ് ഉൾപ്പെടെ ആകും. അത് അവർക്ക് ഇൻഷുറൻസ് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ? അത് അത്രയും ഇൻഷുറൻസ് കിട്ടില്ല, പകുതി കിട്ടട്ടെ, പകുതിയല്ലേ കയ്യിൽ നിന്നാകുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മള് ഇൻഷുറൻസ് കിട്ടി തുടങ്ങിയാൽ എല്ലാ പേരും കാശും കൂട്ടണം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ബെനിഫിറ്റ് അല്ലേ അത്? അതാണ് അതിന്റെ വശം. കറക്റ്റ്. ഇപ്പോഴത്തെ അവര് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത് സാറേ, നമ്മൾ എല്ലാ പേരും ആ താഴ്ന്ന, ഞാൻ 20-30 രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളാണേ. അവിടെ നിന്നാണ് നമ്മൾ 2500-5000 രൂപയിലേക്ക് എത്തിയത്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വൈ കാൺ വി ഗോ വിത്ത് ദാറ്റ് വൺ? എന്തുകൊണ്ട് പൊക്കൂടാ? നമ്മൾ എന്തിനാ ഈ കുറഞ്ഞ കാശിൽ ഇരിക്കുന്നത്? ഈ അവിടെ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഇന്നും നമ്മളെ അവരെല്ലാം ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറി പോകണം എന്നാണ് ഞാൻ പറയുന്നത് എല്ലാ പേരോടും. അതെ, മാറ്റുവിൻ ജനങ്ങളെ. ഓക്കെ. ഈ ക്രോണിക് കേസുകളെ സ്പെഷ്യൽ ഒപികളായിട്ട് മാറ്റിയിട്ടുണ്ടോ? അങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? മാറ്റിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഇനിയിപ്പോ 7-ാം തീയതി അടുത്ത് ക്യാൻസർ സ്പെഷ്യൽ ക്ലിനിക്കാണ്. ഇപ്പൊ എന്തൊക്കെയാണുള്ളത് സ്പെഷ്യൽ ഒപി? സ്പെഷ്യൽ ഒ പി ആയിട്ട് പ്രത്യേകിച്ചിട്ടല്ല, എങ്കിലും നമുക്ക് ക്യാൻസർ ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്പെഷ്യൽ ഒ പി ഉള്ളത്. പിന്നെ തൈറോയിഡിന് സ്പെഷ്യൽ ആയിട്ടുണ്ട്, പിന്നെ ആസ്മയ്ക്ക് സ്പെഷ്യൽ ഉണ്ട്, അങ്ങനെ പല പല ഡിസീസിനും ഉണ്ട് സ്പെഷ്യൽ ആയിട്ടുണ്ട്. അപ്പൊ അതില് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ചാർജസ് ആണ്. 7-8 ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാവർക്കും ശമ്പളവും കൊടുക്കണം. ഞാൻ രാവിലെ സംസാരിച്ചതാണ്. ഓക്കെ. ഇപ്പൊ അവിടുത്തെ സ്റ്റാഫിനെ കണ്ടപ്പോഴാണ് ഞാൻ ഇപ്പൊ മനോജ് ഡോക്ടർ പറഞ്ഞ കാര്യം ഓർത്തത്. ഒരു സർക്കാർ സ്ഥാപനത്തിൽ ആകെ 4 പേരാണ്. അതിൽ ചിലപ്പോ ഒന്ന് തിരിഞ്ഞു നിൽക്കുന്ന ആളായിരിക്കും, ബാക്കിയുള്ളവരെ കൊണ്ട് നമ്മുടെ ഈ ക്രെഡിറ്റ് ഫുൾ ഗോസ് ടു ദ കംപ്ലീറ്റ് സ്റ്റാഫ് ആണ് കേട്ടോ. അതാണ് ഇപ്പൊ സന്തോഷ് ഡോക്ടർ പറഞ്ഞപ്പോ ഈ നമ്മുടെ ഒരുപാട് ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഇപ്പൊ ക്യാഷ് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞു എല്ലാവർക്കും. അവരെല്ലാം ഇപ്പൊ NABH അക്രഡിറ്റേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർക്കുകളും തീർന്നു കിടക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പൊ ഈ ക്യാഷ് അക്രഡിറ്റേഷന് വേണ്ടി തന്നെ ഈ സന്തോഷ് ഡോക്ടർ പറഞ്ഞ റാമ്പുകളും ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ളവർക്കാണ് റാമ്പുകളും ഫയർ എക്സ്റ്റിംഗ്വിഷറും ഫയർ പ്ലാൻ ഫ്രണ്ടിൽ വരയ്ക്കുകയും ഫീഡിംഗ് റൂം, ലൈബ്രറി ഉൾപ്പെടെ ഈ അവയർനെസ് ബോർഡുകള്, പിന്നെ വേസ്റ്റ് മാനേജ്മെന്റിന് ബോക്സ്, ഈ ബക്കറ്റുകൾ, കൂടാതെ ഇൻസിനറേറ്റർ, ഇതെല്ലാം സ്ഥാപിച്ച സ്ഥാപനങ്ങൾ നമ്മളെ സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. ക്ലിനിക്കുകൾ അല്ല, അത് ഡിസ്പെൻസറികൾ, ഹോസ്പിറ്റൽ അല്ല, ഡിസ്പെൻസറികളുണ്ട്, ധാരാളം ഉണ്ട് ഇപ്പൊ. അല്ല, ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് ദിവസവും 100-150 കിലോമീറ്റർ യാത്ര ചെയ്ത് പോയാണ് നമ്മുടെ മെഡിക്കൽ ഓഫീസർമാരെ ചെയ്യുന്നത്. ആലോചിക്കണം. ഇവരൊക്കെ 2-3 ജില്ല താണ്ടി ട്രെയിനിലാ ബസ്സിലാ പോയി എന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആലോചിച്ച് എത്രയോ എഫർട്ട്, ഈ പറഞ്ഞതിന്റെ 100 ഇരട്ടി എഫർട്ട് അവരെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ സ്റ്റാൻഡേർഡുകളെല്ലാം ക്യാഷ് അക്രഡിറ്റേഷന് വേണ്ടി എന്റെ നാട്ടിലുള്ള സ്ഥാപനത്തിൽ എനിക്ക് 6 മാസം ചാർജ് ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ഈ വർക്കുകൾ ഇത്രയും ചെയ്തത്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. പിന്നെ ഇതിൽ റെക്കോർഡ് കീപ്പിംഗ് ആണ് പിന്നെ ഈ NABH അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്, ഈ ഒരുപാട് തരത്തിലുള്ള റെക്കോർഡുകൾ. അതാണ് പിന്നെ അവർ ചെയ്തത്. ബാക്കി ഈ ഫിസിക്കലായിട്ടുള്ള ബാക്കി എല്ലാം ഈ ക്യാഷ് അക്രഡിറ്റേഷൻ ചെയ്തപ്പോഴേ ചെയ്തു കഴിഞ്ഞു. ഇതെല്ലാം ഡോക്ടർ പറഞ്ഞപ്പോ വേറെ ആലോചിക്കാനുണ്ട്. ഒരു സർക്കാർ സ്ഥാപനത്തിലുള്ള മരുന്നിന്റെ 100 മരുന്ന് പ്രൈവറ്റ് ക്ലിനിക്കിൽ ഉണ്ടാവുള്ളൂ. എത്രയോ ചെറിയ പാർട്ട് രജിസ്റ്റർ ഒരു പ്രൈവറ്റ് ക്ലിനിക്ക് കാണുള്ളൂ. നമ്മൾ വിചാരിക്കുമ്പോഴല്ല, യഥാർത്ഥത്തില് ഏറ്റവും ബുദ്ധിമുട്ട് ഗവൺമെന്റ് സ്ഥാപനം ചെയ്യാനാണ്. അല്ല, മനോജ്, നമ്മൾ പഠിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന ഗവൺമെന്റ് സ്ഥാപനമല്ല ഇപ്പൊ നമ്മൾ കാണുന്നത്. എന്തുമാത്രം മാറ്റം, ഭയങ്കര മാറ്റം വന്നിരിക്കുന്നത്. ഭയങ്കര മാറ്റമാണ്. ഇപ്പൊ മുഖഛായ മാറിപ്പോയി. അതായത് ഞാൻ മുമ്പ് സർവീസിലായിരുന്നപ്പോൾ 2000 രൂപയാണ് ഒരു വർഷത്തെ അലോട്ട്മെന്റ്, ബഡ്ജറ്റ് മെഡിസിനുള്ള അലോട്ട്മെന്റ് 2000 രൂപയാണ്. അപ്പൊ 2000 രൂപ മെഡിസിൻസ് മാത്രം കൊണ്ടാണ് ഒരു വർഷം പൂർത്തീകരിക്കേണ്ടത്. പിന്നെ ഇവിടെ ഡയറക്ടറേറ്റിൽ ഒന്ന് വഴക്കുണ്ടാക്കി അടിപിടിച്ച് കൂടിയിട്ടാണ് ഓരോ പോകുമ്പോഴും 3 വിഞ്ഞപ്പെട്ടി മരുന്ന് കൊണ്ടുപോയിട്ടാണ് ആൾക്ക് മരുന്ന് കൊടുത്തോണ്ടിരുന്നത്. ആ സ്ഥാനത്ത് ഇപ്പൊ 5 ലക്ഷം രൂപയുടെ മരുന്നാണ് വന്നോണ്ടിരിക്കുന്നത്. അതെ, അന്ന് 2000 രൂപ വലിയ എമൗണ്ട് ആയിട്ടാണ് അവർ പറയുന്നത്.
ഞാൻ സർവീസ് കയറി. അന്ന് മരുന്നിനും കാശ് കുറവായിരുന്നു ഡോക്ടറെ. ശരി തന്നെ, നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിച്ചോണ്ടിരുന്ന മരുന്നൊക്കെ ആയിരുന്നു അന്ന്. ഇപ്പം 10,000, 20,000, 25,000 ഒക്കെ ആകുന്നു. എനിവേ, ഈ ഒരു കാര്യം നല്ല ഓർമ്മയുള്ളത് കൊണ്ടാണ് പഞ്ചായത്ത് രാജ് ദിനം IFPH നടത്തുകയും പഞ്ചായത്ത് രാജിന്റെ അതിന്റെ ഏറ്റവും തലവട്ടപ്പനായ വിജയാനന്ദ സാറിനെ ഇത് വിളിക്കുകയും ചെയ്തത്. അത് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. ഈ ഒരു സ്മരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ചെയ്തത്. ഷബീർ ഡോക്ടറേക്ക് പോവാം. ഷബീർ ഡോക്ടറെ, ഡോക്ടറെ ക്ലിനിക്ക് NABH ആക്കണം. ഷബീർ ഡോക്ടർ ഉണ്ടോ? കേൾക്കാവോ? കേൾക്കാം. മെറിറ്റ്സ് ഒരുപാടുണ്ട്, ചെറിയ ഡിമെറിറ്റ്സും ഉണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം അലോപ്പതി ആശുപത്രികളിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ എമൗണ്ട് നോക്കി ചികിത്സിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ രീതിയിൽ നമ്മൾ അധപ്പതിക്കാൻ പാടില്ല. കാരണം ഇപ്പം ആദ്യം ചെല്ലുമ്പോഴേ അവരുടെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത് അലോപ്പതി ആശുപത്രികളിൽ നടക്കുന്ന കാര്യമാണ്. എത്രയുടെ ഉണ്ട്? ഇപ്പൊ 5 ലക്ഷത്തിനുണ്ട്. അപ്പൊ 2 ലക്ഷത്തിൽ തീരേണ്ട ഓപ്പറേഷൻ 5 ലക്ഷത്തിൽ എത്തിക്കും അവര്. ആ രീതിയിൽ മാനുഷിക പരിഗണന ഇല്ലാത്ത രീതിയിൽ നമ്മൾ പെരുമാറാൻ പാടില്ല. ആവശ്യമുള്ളത് മാത്രം ചെയ്യുക, അല്ലാത്തത് ചെയ്യാതിരിക്കുക. പിന്നെ ഉള്ളതെന്നുള്ള നമ്മൾ ഈ അഡ്മിറ്റ് ചെയ്യാതെ, അത് നമ്മൾ എന്താണെങ്കിലും IP ഉണ്ടാവണം. അഡ്മിറ്റ് ചെയ്യാതെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്ന പലതിനും ഈ ഇൻഷുറൻസുകാർ, ഹെൽത്ത് ഇൻഷുറൻസുകാർ പേ ചെയ്യത്തില്ല. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അതായത് സ്കാനിങ് ഇതൊക്കെ ചെയ്യുന്നതിന് നമ്മളെ പേഷ്യന്റ് അഡ്മിറ്റായി ചെയ്തില്ല, ഇതിൽ ചെയ്തില്ല എങ്കിൽ അവരത് ഇത് ചെയ്യത്തില്ല. ഈ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങോട്ട് കാശ് വാങ്ങും, പക്ഷെ തിരിച്ചു തരാൻ ഒരുപാട് നൂലാമാലകളാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള പല ഇഷ്യൂസും വന്ന് ഇൻഷുറൻസ് കമ്പനി. അപ്പം അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി വരുമ്പോ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും വരാം. അപ്പം നമ്മുടെ ഹോസ്പിറ്റലുകളും മിക്കവാറും എല്ലാം IP ഉള്ള ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഇതിന് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ സ്റ്റാൻഡർഡൈസേഷന്റെ ഇത് വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ്, ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷേ 2027 ഷബീർ ഡോക്ടർ ക്ലിനിക്ക് നമുക്ക് ISO ഇതാക്കണം. ഒരു കാര്യം പറയാനുണ്ട്. അതിനൊക്കെ നമുക്ക് ശ്രമിക്കാം. അല്ല, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇപ്പം പുതുതായിട്ട് വരുന്നതിലൊക്കെ അങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതൊരു മാതൃകയാവണം. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, ഇത്തിരി കോൺട്രവേഴ്സ്യലാണ്. ഈ പിന്നെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അലോപ്പതിക്കാരുടേത് നമ്മൾ അവിടെ പ്രദർശിപ്പിക്കണമെന്ന് പറയുന്നത് അതൊരിക്കലും പറ്റില്ല. അത് നമുക്ക് ഇമ്മ്യൂണൈസേഷൻ വെക്കാമല്ലോ, നമുക്ക് മരുന്നില്ലേ. ആ രീതിയിൽ നമുക്കൊരു ഷെഡ്യൂൾ നമ്മൾ അത് അംഗീകരിച്ചെടുപ്പിക്കാനുള്ള ഒരു ചാൻസും കൂടെയാണത്. സമയം ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ മനോജ്. പറയൂ. ഇതിൽ ഏറ്റവും പ്രധാനം, ഞാനൊരു PhD ചെയ്തു. 8 വർഷം 9 വർഷം എടുത്തു. ഇതിൽ ആദ്യം പോയത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ. ശ്രദ്ധിച്ച് കേട്ടോ നിങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ഇതിലേക്കാണ് ഞാൻ പോയത്. ICMRന്റെ ചട്ടക്കൂട്ടിനകത്ത് എനിക്ക് നിൽക്കേണ്ടി വന്നു. മനസ്സിലായി? അവര് പറഞ്ഞത് നമ്മള് കടലിനകത്തൊരു മുട്ടയിട്ടിട്ട് അത് പിടിക്കാനാണ് നിങ്ങൾ പോകുന്നതെന്ന്. അപ്പോഴേ നമ്മള് ഇപ്പോഴും തുടങ്ങി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് അവരുടെ ലെവലിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. എനിക്ക് PhD 8 വർഷം കഴിഞ്ഞാ കിട്ടിയത്. സന്തോഷം. ലോകപരിചയം കുറവായിട്ടാണ് പറഞ്ഞത്. പോട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ, ലോകപരിചയത്തിന്റെ വിഷയമല്ല ഇതിന്. നമ്മൾ അതുകൊണ്ടാണ് പോട്ട്. അല്ല, നമുക്ക് വാദിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ വാദിക്കണം എന്ന് തന്നെയാണ് എന്റെ അത് അഭിപ്രായം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ വാദിക്കാം ഡോക്ടറെ. കുറച്ച് പേര് വന്നതിന് ശേഷം വരെ. ഇത് ഒരാള് പോയി വാദിക്കുന്നതും നമ്മളൊരു കോമൺ ആയിട്ട് പോകുമ്പോ PhD ഞങ്ങൾ കുറച്ച് പേരാണ് പോകുന്നത് ഫസ്റ്റില്. അതല്ല, കുറച്ച് പേര് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അതിലേക്ക് ആളിലേക്ക് പോവാം. അതുപോലെയാണ് ഞാൻ ഇതിനെ കാര്യവും പറയുന്നത്. അതെ, ഓക്കെ. അതിന് സാറേ പറയാമോ? എനിക്ക് പറയാനുള്ളത് നമുക്ക് ഈ അക്രഡിറ്റേഷൻ വേണമെങ്കിൽ എല്ലാത്തിനും സ്പെഷ്യലിസ്റ്റ് വേണം. ഈ സ്പെഷ്യലിസ്റ്റിനെ എല്ലാത്തിനും കണ്ടെത്തുന്നത് എങ്ങനെയാണ്? വേണമെന്നില്ല. ഡോക്ടർ എല്ലാത്തിന്റെയും സ്പെഷ്യലിസ്റ്റ് ആണ്. അതായത് ഹൈദരാബാദ് ഹൈക്കോടതിയില് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ പിന്നെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് 102, 103 ദിവസത്തെ കൊണ്ട് കൊടുത്തപ്പം ബാങ്ക് മാനേജർ റിജക്ട് ചെയ്തു. ആ ജീവനക്കാരൻ കോടതി പോയപ്പോ ഹൈക്കോടതി പറഞ്ഞ എന്തെന്നറിയോ? 103 ദിവസം ഒരു BHMS ഹോൾഡർക്ക് കൊടുക്കാം, പക്ഷെ ഒരു MBBS ആണ് കൊടുക്കാൻ പറ്റില്ല. അവന് MS ഉള്ള സർജനോ അങ്ങനെയുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർക്ക് അത് കൊടുക്കാൻ കഴിയൂ. പക്ഷെ ഒരു BHMS ഡോക്ടർക്ക് അത് കൊടുക്കാമെന്നും ആ ബാങ്ക് മാനേജർക്ക് 5000 രൂപ, അത് റിജക്ട് ചെയ്യാൻ 5000 രൂപ ഫൈനും കൂടെ ഇട്ട് കൊടുത്തു ഹൈക്കോടതി. അതിന്റെ ഇത് വേണമെങ്കിൽ പറയുമ്പം ഞാനിപ്പോ ക്യാൻസറിന്റെ കാര്യം പറഞ്ഞല്ലോ. എന്റെ ട്രിവാൻഡ്രം ക്ലിനിക്കില് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് വെച്ചിട്ടില്ല, മണ്ണന്തലേ വെച്ചുള്ളൂ. കാരണം NABHന്റെ റൂൾ അനുസരിച്ചിട്ട് ഞാൻ ക്യാൻസർ ട്രീറ്റ് ചെയ്യണമെങ്കിൽ
എനിക്ക് ക്യാൻസറിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം, ക്യാൻസർ ട്രെയിനിങ് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതില്ലാത്ത ഞാൻ അവിടെ വെക്കാൻ പാടില്ല സ്പെഷ്യലൈസ്ഡ്. നിയമവശം അറിഞ്ഞാലോ ഡോക്ടർ, നമുക്ക് അതല്ല എന്റെ ഒരു സംശയം അതേ കൂടെ ചോദിച്ചോട്ടെ. അല്ല, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ വേണോ നിർബന്ധമില്ലല്ലോ. ഇല്ല 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 ഇല്ല. അതാ പറഞ്ഞു, അതാ ഭദ്രൻ അല്ല, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ക്യാൻസറിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ക്യാൻസറിന് സ്പെഷ്യൽ ട്രെയിനിങ് എടുത്തിരിക്കണം. അത് സ്പെഷ്യാലിറ്റി നമ്മൾ വെച്ചാലല്ലേ, ഇല്ലെങ്കിൽ വേണ്ട. ഇല്ലെങ്കിൽ വേണ്ട. അതിന്റെ ആവശ്യമില്ല. ഡോക്ടറെ സമയം ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. വളരെ നല്ല ചർച്ചയുമാണ് നടക്കുന്നത്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഹോമിയോപ്പതിക്കാർ നമ്മുടെ ഫിലോസഫിയും കൊണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് റിസർച്ചുകാർ പറയും അവര് പറയുന്ന പ്രോട്ടോകോളിൽ ചെയ്യണമെന്ന്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഡിഫക്റ്റ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ NABH ചെയ്യുമ്പോൾ നമ്മളെ കുറെ കൂടി അറസ്റ്റ് ചെയ്ത് മൂവ്മെന്റ് അറസ്റ്റ് എന്ന് പറയുന്ന രീതിയിലോട്ടാകുകയാണ്. അപ്പം അത് ഗുണത്തിനേലും ദോഷം തന്നെയാണ്. അപ്പൊ ഇതിനു തൊട്ട് മുമ്പ് നടന്ന ഈ ചർച്ചയിൽ നമ്മുടെ നാഷണൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതിയുടെ ചെയർമാൻ ഇവിടെ ഉണ്ടായിരുന്ന, പ്രസിഡന്റ് ഉണ്ടായിരുന്ന അദ്ദേഹം ഈ കാര്യങ്ങളുടെ വേറൊരു വശമാണ് പറഞ്ഞത്. പക്ഷെ അവിടെയാണ് അവര് വഴിയാണ് നമുക്കിത് തിരുത്താൻ പറ്റുന്നത്. പക്ഷെ അവർ ഈ പ്രസന്റേഷൻ കൊടുക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നതെന്നാണ് ഒരിക്കൽ മറ്റൊരു മീറ്റിംഗിൽ അവർ പറഞ്ഞത്. കാരണം നമ്മളുടെ രീതിയിൽ നമുക്ക് റിസർച്ച് നടത്തണം. അങ്ങനെയാണെങ്കിൽ ഹോമിയോപ്പതി, അതായത് ഒരു പനിക്ക് വിവിധ മരുന്നുകൾ ഉപയോഗിക്കാം. ആ മരുന്നുകളുടെയൊക്കെ ആക്ഷൻ വ്യത്യസ്തമായിട്ട് ആയിരിക്കും. കാരണം ഇൻഡിവിജ്വലൈസേഷൻ നോക്കി ട്രീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരും. പക്ഷെ ഇവിടെ നമ്മളെ അത് ചെയ്യാൻ സമ്മതിക്കാതെ പനിക്ക് ഇന്ന മരുന്ന് ഫലപ്രദമാണ് എന്ന് ഒറ്റ മരുന്ന് കൊണ്ട് സ്ഥാപിക്കുന്ന റിസർച്ചുകളാണ് അപ്പൊ അതായത് നമ്മളെ അലോപ്പതിക് മോഡ് ഓഫ് റിസർച്ചിൽ തന്നെ എത്തിക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ ഒരു പരിമിതിയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കിങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ എടുത്ത ആളാണ് എന്ന് എഴുതി വെക്കാന്നല്ലാതെ അത് നമുക്ക് ഗുണത്തിനേലും ദോഷമാണ് ചെയ്യുന്നത് എന്നാണ് എന്റെ. അപ്പൊ ഡോക്ടർ ബാക്കി കേട്ട് കാണൂലായിരിക്കും. മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു ഡോക്ടറെ. NABH അക്രഡിറ്റേഷൻ എല്ലാം നമുക്കുള്ള ഹോമിയോപ്പതി നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് മാത്രം. അതിന് വേറൊരാളുടെയും ഒന്നും നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, നമുക്ക് പരിപാടി സമയമായി. ഷൈല ഡോക്ടറെ, സന്തോഷ് ഡോക്ടർക്കും അദ്ദേഹത്തിന്റെ പ്രിയ പുത്രനും ഭാര്യയ്ക്കും നന്ദി പറയുക. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എന്തായാലും സന്തോഷ് ഡോക്ടർ ഇങ്ങനെ ഒരു NABH അക്രഡിറ്റേഷൻ സ്വന്തം സ്ഥാപനത്തിന് നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിലും അതിന്റെ എൻട്രി ലെവൽ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നറിഞ്ഞതിലും ഏറ്റവും അധികം സന്തോഷം. കാരണം ഞാൻ ഇതൊക്കെ ഡോക്ടർ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ചെയ്ത കാര്യങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ മനസ്സ് കടന്നുപോയത് ഇതെല്ലാം ഒരു പ്രൈവറ്റ് ക്ലിനിക്കിലും ഇത്രയും പെട്ടെന്ന് അത് ചെയ്തെടുക്കാൻ പറ്റിയല്ലോ. അത് വളരെ സന്തോഷം കേട്ടതിൽ. അത് മകനും ആത്മാർത്ഥമായി ഡോക്ടറുടെ കൂടെ പ്രവർത്തിച്ചു. അവിടുത്തെ സ്റ്റാഫും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നല്ല കോപ്പറേറ്റീവ് ആയതുകൊണ്ടാണ് അത് നടന്നത്. അപ്പൊ അതുപോലെ ഇതൊരു ബാക്കി എല്ലാ പ്രൈവറ്റ് ഹോമിയോപ്പതി ഡോക്ടർമാർക്കും ഒരു ഒരു ഇൻസ്പിരേഷൻ ആവട്ടെ. എല്ലാവരും അവരവരുടെ സ്ഥാപനങ്ങൾ ഇങ്ങനെ കുറേശ്ശെങ്കിലും മാറ്റിയെടുക്കാൻ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ ശ്രമിക്കട്ടെ എന്നും ഞാൻ ഈ അവസരത്തിൽ ആശിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇത്രയും നല്ല അറിവുകൾ എങ്ങനെയാണ് ഇതിന് ഓരോ പടിയും കടന്നു കിട്ടേണ്ടത് എന്ന് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്ന ഡോക്ടർ സന്തോഷിനും അദ്ദേഹത്തിന്റെ പുത്രനും IFPHന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്ന് ഡോക്ടറുടെ ഈ വിശദീകരണം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും സ്റ്റുഡൻസിനും IFPHന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. അപ്പൊ നമുക്ക് അടുത്ത വർഷം ഇപ്പൊ 1 10 മാറ്റണം. പിന്നെ അത് 100 മാറട്ടെ എന്ന് ആശിക്കുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.